ഞങ്ങൾ നേരത്തെ സാറെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ 2-3 ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഈ ഇടക്ക് വന്ന് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സെഷൻ നടത്താൻ വേണ്ടി ആലോചിക്കുന്നു. അതിന്റെ ടൈമിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ടൈമിന്റെ കൺഫ്യൂഷൻ ഇപ്പൊ തീർന്നു. ഇനിയിപ്പോ നമ്മുടെ എന്റെ ലൈനിൽ വരാനുള്ള ഒരു ഇൻകൺവീനിയൻസ് ഉണ്ട്. നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. ഇപ്പൊ ഇത് കവർ ചെയ്ത പോർഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എടുക്കും ഇനി. ഓക്കെ, ഇപ്പൊ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടെ ഗുഡ് ഈവനിങ്. പിന്നെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്, ഞാനൊരു പ്രൊവിഷൻ പറഞ്ഞിട്ടാണ് നിർത്തിയത്. സെക്ഷൻ 207 അല്ലെ, CRPCയിലെ 187. ഞാൻ നമുക്ക് വായിച്ചിട്ടൊക്കെ വരാൻ പറഞ്ഞിരുന്നു. നിങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടോ? അത് എല്ലാരും വായിച്ചോ? സമയം കിട്ടില്ല. ഒരു കാര്യം ചെയ്യും, നമുക്കൊന്ന് തുടങ്ങാം. സൗഫിയിലെ ഒന്ന് വായിക്കൂ, 207 ഒന്ന് വായിക്കൂ. വായിക്കാം സർ. Section 207, power to issue summons or warrant for offence committed beyond local jurisdiction. Clause 1. When a magistrate of the first class sees reason to believe that any person within his local jurisdiction has committed outside such jurisdiction, whether within or outside India, an offence which cannot, under the provisions of Section 197 to 205, both inclusive or any other law for the time being in force, be incurred into or tried within such jurisdiction, but is under any law for the time being in force, triable in India, such magistrate may inquire into the offence as if it had been committed within such local jurisdiction and compel such person in the manner herein before provided to appear before him, and send such person to the magistrate having jurisdiction to inquire into or try such offence, or if such offence is not punishable with death or imprisonment for life, and such person is ready and willing to give bail to the satisfaction of the magistrate acting under this section, take a bond or bail bond for his appearance before the magistrate having such jurisdiction. ഓക്കെ, അതായത് എന്നാല് ദിസ് ഇസ് എ സിറ്റുവേഷൻ ഇൻ വെയർ ഈ നമ്മളിപ്പോ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്ത് തരം ജൂറിസ്ഡിക്ഷൻ ആയിട്ടാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത് നമ്മള്? വാട്ട് ടൈപ്പ് ഓഫ് ജൂറിസ്ഡിക്ഷൻ? ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ. ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പൊ ഈ ചാപ്റ്റർ, അതായത് 197 തൊട്ട് ഇങ്ങോട്ട് 205 വേരിയസ് ഒഫൻസിന്റെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ആണ്. അപ്പൊ ഇവിടെ വരുന്ന സംഭവം എന്ന് പറഞ്ഞാല്, ആ കോടതിക്ക് ഒരു ജൂറിസ്ഡിക്ഷൻ ഇല്ലാതെ വരുന്ന ഒരു സന്ദർഭത്തിൽ, ആ കോടതിക്ക് ഒരു ജൂറി ഇല്ലാതെ സന്ദർഭത്തിൽ അത് എങ്ങനെയുള്ള ഒഫൻസ് ആണ്? ദ ഒഫൻസ് ടു ബി ട്രൈഡ് ഔട്ട്സൈഡ് ദ ജൂറിസ്ഡിക്ഷൻ ആൻഡ് ബിയോണ്ട് ഇന്ത്യ. ഇന്ത്യക്ക് വെളിയിൽ നടക്കുന്നതും അതുപോലെ തന്നെ ആ കോടതിയുടെ അധികാരപരത്തിന് പുറത്തു നടക്കുന്ന ഒരു ഒഫൻസിന്റെ ഒഫൻഡറിനെ how that person is to be dealt with എന്നുള്ള ഇതിന്റെ ഹെഡിങ് നോക്കിയാൽ എന്താ മനസ്സിലാകുക? പവർ ടു ഇഷ്യൂ സമൻസ് ഓർ വാറണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇനി അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആ കോടതിയിൽ ഹാജരായാൽ, അല്ലെങ്കിൽ ഹാജരാകുന്നതിന് കോടതിയിൽ നിന്ന് ഒരു കമ്പൽഷൻ വരിക, അങ്ങനെയാണെങ്കിൽ ആ പേഴ്സണെ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളതാണ്. അതായത് when a magistrate of first class reason to believe that any person within his local jurisdiction, അപ്പൊ ആ ജൂറിസ്ഡിക്ഷന്റെ അതിർത്തിയിലുള്ള ഒരാള് has committed outside the jurisdiction, within his local jurisdiction, outside the jurisdiction എവിടെയാണ്? whether within or outside India, ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് പുറത്തോ. an offense which cannot, നമ്മൾ നേരത്തെ പറഞ്ഞ 197 to 205 അതിൽ ഉൾപ്പെടാതെ വരുന്ന ഒരു കേസ്, അതിൽ ഉൾപ്പെട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പോകണം. അതിൽ ഉൾപ്പെടാതെ വരുന്ന ഒരു കേസിനകത്ത്, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടിന്റെ പരിധിയിൽ വരുന്ന ഒരു ഒഫൻസ്, അങ്ങനെയാണെങ്കിൽ എന്താണ്? ബി എൻക്വയർഡ് ഇൻ ടു ഓർ ട്രൈഡ് വിത്തിൻ സച്ച് ജൂറിസ്ഡിക്ഷൻ, ബട്ട്
ഈസ് അണ്ടർ എനി ലോ ഫോർ ദ ടൈം യൂസ് ട്രയബിൾ ഇൻ ഇന്ത്യ. അതായത് പുറത്ത് വെച്ച് നടക്കുന്നു, അത് ഇന്ത്യയിൽ എവിടെയെങ്കിലും വെച്ച് ട്രൈ ചെയ്യാവുന്ന ഒരു ഒഫൻസ് കൂടെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? Such magistrate may inquire into an offence as if it had been committed within such local jurisdiction. ആ ലോക്കൽ ജൂറിസ്ഡിക്ഷനിൽ കമ്മിറ്റ് ചെയ്ത അതേപോലെ ഡീൽ ചെയ്യാം. പിന്നെന്താണ്? എന്നിട്ട് ആൻഡ് കമ്പൽ സച്ച് പേഴ്സൺ ഇൻ ദ മാനർ ഹിയറിംഗ് ബിഫോർ പ്രൊവൈഡഡ് ടു അപ്പിയർ ബിഫോർ ഹിം എന്ന് പറഞ്ഞാൽ എന്താ? May inquire into offence as if it have been committed within such a local jurisdiction and compel such a person in the manner herein before provided to appear before him എന്ന് പറഞ്ഞാൽ എന്തുവാ? ആർക്കെങ്കിലും പറയാവോ? ഓർ അപ്പൊ ഹിയറിംഗ് ബിഫോർ എന്നാല് കമ്പൽ അപ്പിയറൻസ് നമ്മൾ നേരത്തെ ചാപ്റ്റർ പഠിച്ചതാണ്. ബൈ ഇഷ്യൂവിങ് സമൺസ് ആൻഡ് ഇഷ്യൂയിങ് വാറണ്ട്. അപ്പൊ ആ രണ്ട് തരത്തിൽ, ആ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വിധത്തിൽ അയാൾക്ക് സമൻസ് അയക്കാം അല്ലെങ്കിൽ വാറണ്ട് അയക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ആൻഡ് സെൻഡ് സച്ച് പേഴ്സൺ ടു ദ മജിസ്ട്രേറ്റ് ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ ടു എൻക്വയർ ഇൻ ടു ആൻഡ് ട്രൈ സച്ച് ഒഫൻസ്. മനസ്സിലായില്ലേ? അപ്പോ ഒരു കോടതിയിൽ ജൂറിസ്ഡിക്ഷൻ ഇല്ലാതെ വരുന്ന ഒരു കേസിൽ തന്നെ ആ പ്രതിക്ക് ഒരു സമൻസ് അയക്കാനും വാറണ്ട് അയക്കാനും അതിന്റെ അപ്പിയറൻസ് പ്രൊക്യൂർ ചെയ്യാനും ഇവൻ ഈ ദാറ്റ് മജിസ്ട്രേറ്റ് ഈസ് നോട്ട് ഹാവിംഗ് ദ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ അത് ചെയ്യാം. അങ്ങനെ ചെന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്? അത് ചെന്നിട്ട് പറയുന്നു സെൻഡ് സച്ച് പേഴ്സൺ ടു ദി മജിസ്ട്രേറ്റ് കൺസേൺഡ്. ദാറ്റ് മീൻസ് ദ മജിസ്ട്രേറ്റ് ഹു ഈസ് ഹാവിംഗ് ദ ജൂറിസ്ഡിക്ഷൻ ടു എൻക്വയർ ഇൻ ടു and try such offense. Or if such offense is not punishable with death or imprisonment for life, and such person is ready and willing to give bail to the satisfaction of the magistrate acting under this section, take a bond and bail bond or a bail bond for his appearance before the magistrate having jurisdiction. അപ്പോ ഈ പറയുന്ന രണ്ട് ഒഫൻസുകൾ, രണ്ട് പണി, അതായത് ഡെത്ത് പെനാൽറ്റിയും അതുപോലെ തന്നെ ലൈഫും ഉള്ള അല്ലാത്ത കേസുകളിൽ ബെയിൽ എടുക്കാൻ തയ്യാറാണെങ്കിൽ അയാളെ ബെയിൽ വിടാം. എന്തിനാണ്? വിത്ത് കണ്ടീഷൻ ദാറ്റ് ഹി ഷുഡ് അപ്പിയർ ബിഫോർ ദി കൺസേൺ മജിസ്ട്രേറ്റ്. അതാണ് 207 പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ സപ്പോസ് അപ്പോ അതിന്റെ അർത്ഥം എന്താ? Even if the magistrate is not having jurisdiction, the magistrate can issue process for the appearance of the person who is present in the local jurisdiction of that court. അപ്പൊ ആ കോടതിയുടെ അധികാര പരിധിയിലുള്ള ആളായിരിക്കണം. ബട്ട് ഒഫൻസ് ഈസ് കമ്മിറ്റഡ് ഔട്ട്സൈഡ് ദ ജൂറിസ്ഡിക്ഷൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഇന്ത്യ. അനദർ കണ്ടീഷൻ എന്താ? Normally that case is to be triable in India. എവിടെയെങ്കിലും സ്ഥലത്ത് ട്രൈ ചെയ്യുകയാണെങ്കിൽ മജിസ്ട്രേറ്റ് അയാളുടെ അപ്പിയറൻസ് പ്രൊക്യൂർ ചെയ്യാം. പ്രൊക്യൂർ ചെയ്തിട്ട് ട്രൈ ചെയ്യാൻ പറയുന്നില്ല. പ്രൊക്യൂർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? സെൻഡ് ദാറ്റ് പേഴ്സൺ ടു ദി മജിസ്ട്രേറ്റ് കൺസേൺഡ്. ദെൻ ബെയിൽ കൊടുക്കാം. ബെയിൽ കൊടുക്കാം. ഏതവസരത്തിലാണ് ബെയിൽ കൊടുക്കണമെങ്കിൽ ആ ഒഫൻസ് നോട്ട് പണിഷബിൾ വിത്ത് ഡെത്ത് and imprisonment for life. And other cases, if the accused is willing to give bail, then he can be released on bail, either bond or bail bond. And the accused should appear before the concerned magistrate. Then, section 2, clause 2. Clause 2. When there are more magistrates than one having such jurisdiction and the magistrate acting under this section cannot satisfy himself as to the magistrate to or before whom such person should be sent or bound to appear, the case shall be reported for the orders of the High Court. ഏത് മജിസ്ട്രേറ്റിനാണ് അയക്കേണ്ടതെന്ന് സംശയം വരികയാണെങ്കിൽ അഡ്രസ് ടു ദി ഹൈക്കോർട്ട്. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല ഇതിനകത്ത്. അതാണ് 207 പഴയ നമ്മുടെ CRPCയിലെ 187.
Then 208 offense committed outside India. ഈ ചാപ്റ്റർ നമ്മൾ ഓർക്കണം, ഇത് ടെറിട്ടറി ജൂറിസ്ഡിക്ഷൻ ആണ് വരുന്നത് കേട്ടോ. അത് മനസ്സിൽ വേണം 208 വായിക്കാൻ. അമല ഒന്ന് വായിക്കൂ. വായിക്കാം സർ. 208 offense committed outside India. When an offense is committed outside India, subclause A, by a citizen of India, whether on the high seas or elsewhere, or subclause B, by a person not being such citizen on any ship or aircraft registered in India, he may be dealt with in respect of such offense as if it had been committed at any place within India at which he may be found or where the offense is registered in India, provided that notwithstanding anything in any of the preceding sections of this chapter, no such offense shall be inquired into or tried in India except with the previous sanction of the central government. അതായത് രണ്ട് ക്ലോസാ പറയുന്നത്. ഒന്ന്, offense committed by citizen of India on high seas or elsewhere, and other any person other than the citizen being not the citizen, any ship or aircraft registered in India. അത് he may be dealt with, രണ്ട് സ്ഥലം പറയുന്നുണ്ട്, in respect of the offense as if it were committed any place within India at which he may be found. അതാണ് ആ പ്രതിയെ എവിടെ കാണുന്നു ആ സ്ഥലത്ത് ജൂറിസ്ഡിക്ഷൻ കിട്ടും. പിന്നെന്താണ്, or where the offense is registered in India. നമ്മുടെ ഈ പ്രതിയെ കാണുന്ന സ്ഥലത്ത് ജൂറിസ്ഡിക്ഷൻ കിട്ടുന്ന വേറൊരു സന്ദർഭം പഠിച്ചിരുന്നു. അതേതാ? ഏതായിരുന്നു? ഞാനത് പഠിപ്പിച്ചപ്പോൾ അത് പ്രത്യേകം പറഞ്ഞിരുന്നു, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡെക്കോയിറ്റി 201 ഡെക്കോയിറ്റി വിത്ത് മർഡർ ബിലോങ് ടു ഗാങ് ഓഫ് എസ്കേപ്പിംഗ് ഫ്രം കസ്റ്റഡി. അത് അത്രയും നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം. അത്രയും സന്ദർഭത്തിൽ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ദി അക്യൂസ് പേഴ്സൺ ഇസ് ഫൗണ്ട്, അതായത് എവിടെയാണോ കാണുന്നത് അവിടെ. അപ്പൊ ഈ 180 പഴയ 188 അത് ഇപ്പോഴത്തെ 208ലും ആ ആൾക്ക് ജൂറിസ്ഡിക്ഷൻ കിട്ടും. എവിടെയാണോ ഒഫൻസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അവിടെയും എവിടെയാണോ പ്രതിയെ കാണുന്നത് അവിടെയും ആ രണ്ട് കോടതിക്കും ജൂറിസ്ഡിക്ഷൻ കിട്ടും. ഇനി ഒരു പ്രൊവൈസോ പറയുന്നുണ്ട്. ആ പ്രൊവൈസോ പറയുന്നത് വെച്ചാല് നോ കോർട്ട് ഷാൽ ടേക്ക് no enquiry or trial shall be conducted except with the previous sanction of the central government. മനസ്സിലായില്ലേ? അപ്പൊ ഒരു ഡൗട്ട് വരും, whether a officer in charge of police station is empowered to register an FIR for the offense mentioned in section 208. പറയുന്ന ഒരു ഒഫൻസ്, അതായത് ഒരു സിറ്റിസൺ അല്ലാത്ത ഒരാൾ ഷിപ്പിൽ വെച്ച് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഒരു FIR 173 പ്രകാരം കൊടുക്കുന്നു. ആ 173 പ്രകാരം FIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് സാങ്ഷൻ ആവശ്യമുണ്ടോ? എന്ത് പറയുന്നു? ഇൻക്വയറിക്കും ട്രയലിനും അല്ലേ സാർ ഇതാ സെൻട്രൽ ഗവൺമെന്റ് പെർമിഷൻ ആവശ്യം വരുന്നത്? അപ്പൊ ഇൻവെസ്റ്റിഗേഷന് ആവശ്യമില്ല. ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ല. എൻക്വയറിക്കും ട്രയലിനും മാത്രമേ സാങ്ഷൻ വേണ്ടി വരുള്ളൂ കേട്ടോ. ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് കോടതി ഫയൽ ചെയ്യുമ്പോൾ എൻക്വയറിക്ക് വേണമെങ്കിൽ അതിന് മുമ്പ് സാങ്ഷൻ ആവശ്യമുണ്ട്, സാങ്ഷൻ എടുക്കണം. അതാണ് 208 പറയുന്നത് കേട്ടോ. ഇനി അതിനകത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാല്, പിന്നെ ഇതിന്റെ അത്തരം ഒഫൻസ് 208 വരുന്ന ഒഫൻസിന് അതിന്റെ എവിഡൻസ് എങ്ങനെയാണ്, അതിനൊരു ചെറിയ പ്രൊവിഷൻ കൂടെ പറയുന്നുണ്ട് 209 എന്ന് പറയുന്നത്. ആ 209 ഒന്ന് വായിക്കാവോ? പിന്നെ സജിത പുസ്തകം ഉണ്ടല്ലോ, വായിക്കും. 209 Section 209 Receipt of evidence relating to offences committed outside India. When any offence alleged to have been committed in a territory outside India is being inquired into or tried under the provisions of Section 208, the central government may, if it thinks fit,
direct that copies of depositions made or exhibits produced either in physical form or in electronic form before a judicial officer or in or for that territory or before a diplomatic or consular representative of India in or for that territory shall be received as evidence by the court holding such inquiry or trial in any case in which such a court might issue a commission for taking evidence as to the matters to which such depositions or exhibit relate. അതായത് ഇത്തരം 208 പറയുന്ന കേസുകളിൽ അവിടെ ഡിപ്ലോമാറ്റിക് മുമ്പിലോ അവിടുത്തെ ഏതെങ്കിലും ജുഡീഷ്യൽ ഓഫീസറിന് മുമ്പിലോ കൊടുത്ത എവിഡൻസിനെ സംബന്ധിച്ച് ആ എവിഡൻസ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യാം. എങ്ങനെയാണ്? നമ്മൾ ഇവിടെ ഒരു ക്രിമിനൽ കോടതി കമ്മീഷനെ വെച്ച് വിസ്തരിക്കാവോ? പറ്റില്ല സർ, പറ്റില്ല. ഇല്ലാന്നാണ് സർ അറിവ് തോന്നുന്നു. മറ്റുള്ളവരെന്ത് പറയണു? ഞാൻ ചോദിച്ചത് വെദർ ദ ക്രിമിനൽ കോർട്ട് ക്യാൻ ഇഷ്യൂ എ കമ്മീഷൻ ഫോർ എക്സാമിനേഷൻ ഓഫ് എ വിറ്റ്നസ് എന്നാണ് എന്റെ ചോദ്യം. DV കേസുകൾക്കൊക്കെ കമ്മീഷൻ വെക്കാറുണ്ട്. DV കേസിലോ? പേഴ്സൺ ബെഡ് റിഡൻ ആണെങ്കിൽ കമ്മീഷനെ വെച്ച് വിസ്തരിക്കാറുണ്ട്. ആരെ കമ്മീഷൻ ഇട്ട് വെക്കണേ? അഡ്വക്കേറ്റിനെ തന്നെയാണ് വെക്കുന്നത്. ഏത് കോടതി അങ്ങനെ വെച്ചിട്ടുള്ളേ? ഞങ്ങളവിടെ ഒരു കേസിൽ ഇതുപോലെ ബെഡ്റൂമിനകത്തോ കമ്മീഷനെ വെച്ചായിരുന്നു വിസ്തരിക്കാൻ. മജിസ്ട്രേറ്റ് കോടതി വെച്ചോ? ആ സർ, പണ്ട് എന്നെ ഇങ്ങനെ ഒരു DV കേസിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് CRPC ഇങ്ങനെ വായിച്ചപ്പോ മനസ്സിലായി അതങ്ങനെ ചെയ്തത് ശരിയല്ലായിരുന്നു. അതായത് ഒരു ജഡ്ജിനെ തന്നെയായിരുന്നു കമ്മീഷനായിട്ട് വെക്കേണ്ടായിരുന്നു. അഡ്വക്കേറ്റ് കമ്മീഷൻ വെക്കാൻ CRPC പ്രൊവിഷൻ ഇല്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന സർ മറ്റു കോടതികൾ അനുവാദത്തോട് കൂടിയിട്ട് മജിസ്ട്രേറ്റിനെ ചെയ്യാൻ പറ്റില്ലേ? ഏതാ? CJM അനുവാദത്തോട് കൂടിയിട്ട് പിന്നെ മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ റയർ കേസുകളിലൊക്കെ ചെയ്തൂടെ? CJM അനുവാദത്തോട് കൂടിയിട്ട് മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ ആ സ്പോട്ടോ മറ്റു കാര്യങ്ങളൊക്കെ സന്ദർശിക്കാനും മറ്റൊക്കെ പറ്റില്ലേ? അത് വേറെ ലോക്കൽ ഇൻസ്പെക്ഷൻ ആണ്. അതല്ല ലോക്കൽ ഇൻസ്പെക്ഷൻ പഴയ CRPC 310 പ്രകാരം ലോക്കൽ ഇൻസ്പെക്ഷൻ അധികാരമുണ്ട്. പക്ഷെ ലോക്കൽ ഇൻസ്പെക്ഷൻ നടത്തിയാൽ ചിലപ്പോൾ ട്രാൻസ്ഫർ അടിക്കും. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അഭയ കേസിൽ ലോക്കൽ ഇൻസ്പെക്ഷൻ ഒരു CJM പോയിട്ട് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. പ്രൊവിഷൻ അങ്ങനെ CRPC-ലുണ്ട്. ഞാൻ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതല്ല. വെദർ an evidence can be recorded by issuing a commission. നമ്മൾ ഓർഡർ 18 റൂൾ 4 ചെയ്യണ പോലെ CPC ചെയ്യണ പോലെ അഡ്വക്കേറ്റിന്റെ കമ്മീഷൻ വെച്ച് എവിഡൻസ് എടുക്കാവുന്നതാണ്. എവിഡൻസ് എടുക്കാൻ കമ്മീഷൻ വെച്ച് എവിഡൻസ് എടുക്കാൻ പ്രൊവിഷൻ ഉണ്ട് CRPC-ലുണ്ട്. 281 ആണ്, ഇപ്പോഴത്തെ 316 ആണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാതെ. Whenever an accused is examined by any magistrate or by a court of session. അല്ല സോറി, അതല്ല 285 അല്ലേ? 320 സർ, BNSS. അല്ല BNS 320 CRPC 320 അല്ലേ? കമ്മീഷൻ ഉണ്ട്. അതായത് പഴയ 280 എക്സാമിനേഷൻ ഫോറം കമ്മീഷൻ. അതെ പഴയ 285 ആണ്. അതായത് പിന്നെ ഇപ്പോഴത്തെ 319 തൊട്ടാണ്. 390 when the attendance of witness may be dispensed with and commission issued. 319 പഴയ 284.
whenever in the course of inquiry or trial other proceeding under the Sanhita, it appears to a magistrate or court or magistrate that examination of witness is necessary for the ends of justice and that the attendance of such witness cannot be procured without an amount of delay, expense or inconvenience which under circumstances of the case would be unreasonable, the court or magistrate may dispense with such attendance and may issue a commission for the examination of witness in accordance with the provision of this chapter. അപ്പോൾ ഒരു വിറ്റ്നസിനെ പ്രൊക്യൂർ ചെയ്യാൻ പറ്റില്ല എങ്കിൽ എക്സാം ചെയ്യാനായിട്ട് കോടതി കമ്മീഷന് വെക്കാം. അതാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്, സംശയമില്ലല്ലോ. പ്രൊവൈഡഡ് that whether an examination of president or vice president of India or governor of the state of Two, the court may, when issuing commission for the examination of witness for the prosecution, direct such amount as the court considers reasonable to meet the expense of the accused, including the advocate's fees, be paid by the prosecution. അടുത്ത section 320. Commission to whom to be issued. If the witness is within the territories to which the Sanhita extends, the commission shall be directed to the chief judicial magistrate within whose local jurisdiction the witness is found. അപ്പൊ കമ്മീഷൻ ആർക്കാണ് ഡയറക്ട് ചെയ്യേണ്ടത്? ടു ദി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, നോട്ട് ടു ദി അഡ്വക്കേറ്റ്. ഇനി എന്താണ്? If the witness is in India but in a state or area to which is Sanhita does not extend, the commission shall be directed to such a court or officer of the central government may by notification specify in this behalf. If the witness is in a country or the place outside India, arrangements have been made by the central government with the government of such country or the place or taking evidence of witness in relation to criminal matters, the commission shall be issued to such a form and directed to such a court or officer or sent to the authority or transmission of the central government. Then 21. Upon receipt of the commission, chief judicial magistrate upon receipt of commission, the chief judicial magistrate or such magistrate as he may appoint in this behalf shall summon the witness before him and proceed to the place where the witness is and shall take down his evidence in the manner and may for the purpose exercise the same powers as in the trial of warrant case under the Sanhita. അപ്പോ ഈ ഈ ക്രിമിനൽ കോഡ് അല്ലെങ്കിൽ സംഹിത അനുസരിച്ചിട്ട് കമ്മീഷൻ ഡയറക്ട് ചെയ്യേണ്ടത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനാണ്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് വേറെ ഒരു മജിസ്ട്രേറ്റിനെ ഡെപ്യൂട്ടി ചെയ്യാം. ആ മജിസ്ട്രേറ്റ് വിറ്റ്നസ് കിടപ്പാണെങ്കിൽ അവിടെ പോയി എവിഡൻസ് ഇറക്കി. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ചെയ്യണത്? സാധാരണ പോക്സോ കേസിൽ അല്ലെങ്കിൽ അതേപോലെ സെഷൻസ് കേസിലൊക്കെ ഇത്തരം കാര്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പൊ ചേർത്തലയിലെ ഒരു കോടതിയാണ്, പോക്സോ കോടതിയാണ്, അല്ലെങ്കിൽ പിന്നെ സെഷൻസ് കോടതിയാണ്. വിറ്റ്നസ് എറണാകുളത്ത് ഏതെങ്കിലും ഒരു വീട്ടിൽ ലൈഡപ്പായിട്ട് കിടക്കുന്നു, അൺഎബിൾ ടു മൂവ് ആണെങ്കിൽ ഇവിടുന്ന് നമ്മൾ അത് ഇവിടുത്തെ CJM എഴുതി, ഇവിടുത്തെ ജില്ലാ കോടതിക്ക് CJM എഴുതി, CJM അവിടുത്തെ കോടതിക്ക് എഴുതിട്ട് അവിടുത്തെ CJMO അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മജിസ്ട്രേറ്റ് അവിടെ പോയിട്ട് മൊഴിയെടുത്ത് അത് റെക്കോർഡ് ചെയ്ത് നേരെ ഇങ്ങോട്ട് അയക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചത് ഏതാ, ഞങ്ങളുടെ ഒരു കേസിൽ പാലക്കാട് വിറ്റ്നസ് 92 വയസ്സായിരുന്നു. അതെ അതെ, വയ്യാന്ന് പറഞ്ഞിട്ട് പാലക്കാട് മലപ്പുറത്തെ കോടതി പാലക്കാടുള്ള കോടതിയിൽ ട്രയൽ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇത് സർവ്വസാധാരണമാണിത്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഒരു അഡ്വക്കേറ്റിനെ കമ്മീഷനായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അതിവിടെ പറയാൻ കാര്യം വെച്ചാൽ അങ്ങനെ കമ്മീഷൻ വെച്ച് മൊഴിയെടുക്കുമ്പോൾ ആ എവിഡൻസ് അഡോപ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇത് മറ്റു രാജ്യങ്ങളിലുള്ള ഓഫീസറോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക്സ് അവരുടെ മുമ്പിൽ ഹാജരാക്കിയ എവിഡൻസ് ഈ കോടതിയിലേക്ക് എടുക്കാൻ വേണ്ടി കഴിയും. അത്ര കാര്യമുള്ളൂ, വലിയ ഇമ്പോർട്ടന്റ് കാര്യമല്ല. പക്ഷെ നേരത്തെ സാറേ DVയുടെ കാര്യം പറയുമ്പോഴേ DV ഒരു സിവിൽ ലെജിസ്ലേഷൻ ആയിട്ട് കണക്കാക്കിക്കൂടെ? DVയിൽ എന്ന് പറഞ്ഞാല് അതൊരു മജിസ്റ്റീരിയൽ ഒഫൻസ് ആയിട്ട് മജിസ്റ്റീരിയൽ പ്രൊസീഡിങ്സ് ആയിട്ടല്ലേ കാണണേ. സിവിൽ സ്വഭാവമാണെങ്കിലും അതൊരു പിന്നെ അതിന്റെ പ്രൊസീഡിങ്സ് അങ്ങനെയല്ലേ കാണുക. പ്രൊസീഡിങ് CRPC അപ്ലൈ ചെയ്യണമെന്നല്ലേ എഴുതിയിരിക്കണേ, അല്ലേ? അങ്ങനെ ആ ആക്ടിൽ പറയുന്നുണ്ടോ സാർ? സിവിൽ ആണെങ്കിലും അത് എൻട്രസ് ചെയ്തിരിക്കുന്നത് മജിസ്ട്രേറ്റിനെയാണ്. അപ്പൊ നോർമലി അത് ഒരു എവിഡൻസ് സാക്ഷി വെക്കാൻ സാധ്യത കുറവാണ്, സബ്ജക്ട് കറക്ഷൻ.
ഓക്കെ, അപ്പൊ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഇത്രയും കാര്യങ്ങളാണ്. അതിൽ ചോദിക്കാവുന്ന കാര്യം ആ കൺഫ്യൂഷനുള്ള ഏരിയ മാത്രം നിങ്ങൾ നോക്കുക കൃത്യമായിട്ട്. ബാക്കി ജനറലി ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് എവിടെയാണ് വരിക, അതിന്റെ സബ് ഡിവിഷൻസ് നോക്കണം. അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ആ മറ്റേ ഞാൻ പറഞ്ഞ ഡെക്കോയിറ്റി വിത്ത് മർഡർ അങ്ങനെയുള്ള കേസുകളിൽ അക്യൂസ്ഡിനെ കണ്ട സ്ഥലത്ത് വരാമെന്ന് പറയുന്നുണ്ട്. 188 ഇപ്പോഴത്തെ 208 നോക്കുക. ഓക്കെ, ദെൻ ഇനി ചാപ്റ്റർ 15 ആണ് കണ്ടീഷൻ റിക്വസൈറ്റ് ഫോർ ഇനീഷ്യേഷൻ ഓഫ് ദ പ്രൊസീഡിംഗ്. അതായത് പഴയ 190 കോഗ്നൈസൻസ് ഓഫ് ഒഫൻസ് ബൈ ദ മജിസ്ട്രേറ്റ്. ശരണ്യയുടെ ബുക്കുണ്ടോ? BNSS ഉണ്ടോ? അപ്പൊ ആ 2 ടൺ ഒന്ന് വായിക്കൂ. 2 ton cognizance of offence by magistrate. Clause 1. Subject to the provisions of this chapter, any magistrate of the first class and any magistrate of the second class specially empowered in this behalf under subsection clause 2 may take cognizance of any offence. Clause A. Upon receiving a complaint of facts, including any complaint filed by a person authorized under any special law which constitutes such offence. B. Upon a police report submitted in any mode, including electronic mode, of such facts. C. Upon information received from any person other than a police officer or upon his own knowledge that such offence has been committed. Clause 2. The Chief Judicial Magistrate may empower any magistrate of the second class to take cognizance under subsection 1 of such offence as are within his competence to inquire into or try. ഓക്കെ, അപ്പൊ ഈ 2 ടണ്ണിൽ പറയുന്നത് what are the ways by which a magistrate can take cognizance എന്നാണ്. അതായത് 2 ടൺ ക്ലോസ് 1-ലെ 3 സർക്കംസ് A, B and C. നമ്മൾ പഴയ 190 ആണ്. 191A, 191A, 191B, 191C. അപ്പൊ ഒന്ന് പിന്നെ ഞാൻ ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞിട്ട് അതിലേക്ക് കടക്കാം. സാധാരണ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞാൽ ആ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് നമ്മൾ 193 പഠിച്ചു. ദാറ്റ് ഷാൽ ബി കൾമിനേറ്റഡ് ഇൻ ടു ഫയലിംഗ് എ റിപ്പോർട്ട്. അതിനാണ് നമ്മൾ പോലീസ് റിപ്പോർട്ട് എന്ന് പറയുക. ഇപ്പൊ കോടതിയിൽ പോലീസ് റിപ്പോർട്ട് കൊടുത്തു. അത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഉള്ള ഒരു കേസിലാണ്. ചില കേസിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവണമെന്നില്ല. ഡയറക്റ്റ് ആയിട്ട് പോലീസ് സ്വകാര്യ അന്യായമായി കോടതിയിൽ കൊടുക്കുന്നു. പിന്നെ മജിസ്ട്രേറ്റിന് നേരിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നു. അപ്പൊ കോഗ്നൈസൻസ് എടുക്കുക എന്ന് പറയുന്നത്, ഒന്ന് പോലീസ് റിപ്പോർട്ടിന്റെ പുറത്ത് കോഗ്നൈസൻസ് എടുക്കാം, 2 കംപ്ലൈന്റിന്റെ പുറത്ത് കോഗ്നൈസൻസ് എടുക്കാം, 3 അപ്പോൺ ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം എനി പേഴ്സൺ അതർ തന്നെ പോലീസ് ഓഫീസർ അല്ലാതെ വേറെ ആളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതെടുക്കാം. പിന്നീട് പേഴ്സണൽ നോളജ് വെച്ചിട്ട് കോഗ്നൈസൻസ് എടുക്കാം. അപ്പോ 190 2 ടൺ A, 2 ടൺ B, 2 ടൺ C. 2 ടൺ A എന്ന് പറയുന്നത് അപ്പോൺ റിസീവിംഗ് എ കംപ്ലൈന്റ്. എന്താണ് കംപ്ലൈന്റ്? ഫാക്ട്സ് ഇൻക്ലൂഡിംഗ് ബൈ ദ കംപ്ലൈന്റ് ഫൈൽഡ് ബൈ എ പേഴ്സൺ ഓതറൈസ്ഡ് അണ്ടർ സ്പെഷ്യൽ ലോ ഓർ വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് സച്ച് ഒഫൻസ്. അപ്പോ ഒരു കംപ്ലൈന്റ് പുറത്ത് കോഗ്നൈസൻസ് എടുക്കാം. ബി എന്താണ്? പോലീസ് റിപ്പോർട്ടിന്റെ പുറത്ത് കോഗ്നൈസൻസ് എടുക്കാം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം എനി പേഴ്സൺ അതർ ദാൻ എ പോലീസ് ഓഫീസർ ഓർ ഹിസ് ഓൺ നോളജ്. അതാണ് സാധാരണ നമ്മള് നാട്ടിൻപുറത്തൊക്കെ പറയില്ലേ, എന്താണ് മജിസ്ട്രേറ്റ് ഇരിക്കുന്നിടം കോടതിയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാകുന്നത്. മജിസ്ട്രേറ്റ് ഇരിക്കുന്നിടം കോടതിയാന്ന് പറയും. ഹൈക്കോടതി ജഡ്ജിക്ക് പോലും ആ പവർ ഇല്ല. അപ്പൊ മജിസ്ട്രേറ്റിന് ഒരു ഇത് കാണുകയാണെങ്കിൽ ആ നോളജ് വെച്ചുകൊണ്ട് കോഗ്നൈസൻസ് എടുക്കാം. മനസ്സിലായില്ലേ? അപ്പോ കോഗ്നൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ആർക്കാ ഒന്ന് പറയാൻ പറ്റുക? നജുമലും പറയണ്ട, മുഹമ്മദും പറയണ്ട. എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് taking cognizance?
മൈൻഡ് എന്തിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നു? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു, കോടതി കൊണ്ടൊരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു. മജിസ്ട്രേറ്റ് മൈൻഡ് അപ്ലൈ ചെയ്ത് വായിച്ചു നോക്കി മജിസ്ട്രേറ്റ് ചിന്തിച്ചു, ഇത് ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണ്ട കേസാണ് എന്ന് ചിന്തിക്കുന്നു. ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി പോലീസിലേക്ക് അയക്കുന്നു. ഇപ്പോഴത്തെ 175 പ്രകാരം അയക്കുന്നു, പഴയ 156(3). അപ്പോൾ മജിസ്ട്രേറ്റ് കോഗ്നിസൻസ് എടുത്തോ? മൈൻഡ് അപ്ലൈ ചെയ്തുല്ലോ? നോ സർ, ട്രയലിന് വേണ്ടി പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു. ട്രയലിന് വേണ്ടി ഇനിഷ്യേറ്റ് ലൈക്ക് ആ കേസ് ലൈക്ക് കോടതിയുടെ ഒരു ഇതില് വന്ന് ചെയ്യുന്ന രീതിക്കല്ലേ? പ്രൊസീഡിങ്സ് ഫർദർ ആയിട്ട് പോകണം, കോടതിയിലെ ഒരു കേസായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യണോ പ്രൊസീഡിങ്സ്? അല്ല, അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റ് അത് നോക്കിയിട്ട് പിന്നെ അടുത്ത ദിവസത്തേക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസം അതിന്റെ 2 ദിവസം കഴിഞ്ഞിട്ട് മൊഴിയെടുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്തു. 2ാമത്തെ ദിവസം മൊഴിയെടുത്തു. എന്നിട്ട് സാക്ഷികളെ ഹാജരാക്കാൻ 3ാമത്തെ ദിവസത്തേക്ക് പോസ്റ്റ് ചെയ്തു. അപ്പൊ 3 എണ്ണമാ. ഒന്ന്, അന്യായം കിട്ടി, പിന്നെ മൈൻഡ് അപ്ലൈ ചെയ്തു, മൊഴിയെടുക്കുന്നതിന് വേണ്ടി അടുത്ത ദിവസത്തേക്ക് വെച്ചു, അതിന്റെ അടുത്ത ദിവസം സാക്ഷിയെ ഹാജരാക്കാൻ വെച്ചു. ഈ 3 ദിവസങ്ങളിൽ ഏത് ദിവസമാണ് കോഗ്നിസൻസ് എടുത്തത്? സാക്ഷിക്ക് സമൻസ് പോകുമ്പോഴാണ്. അല്ല, ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ ഭാഗ്യലക്ഷ്മി അല്ലേ അത്രയും പറഞ്ഞത്? എനിക്കറിയത്തില്ല സർ. അല്ല, പറഞ്ഞോളൂ. അത് ഏതാണ്ടൊക്കെ ആൻസർ അടുത്ത് വന്നു. അങ്ങനെ നമ്മൾ ആൻസർ പറയാൻ മൈൻഡ് അപ്ലൈ ചെയ്തോളൂ. സർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോ 3 കണ്ടീഷൻസ്? അതായത് അന്യായം കിട്ടി. അന്യായം ഇപ്പൊ ഇന്ന് എന്റെ മുമ്പ്, ഞാൻ മജിസ്ട്രേറ്റ് ആണെങ്കിൽ എന്റെ മുമ്പിൽ അന്യായം കിട്ടി. ഞാൻ അന്യായം വായിച്ചിട്ട് ഇത് മൊഴിയെടുക്കേണ്ട കേസാണെന്ന് തോന്നി ഞാനത് ഇന്നിപ്പം 2-ാം തീയതിയല്ലേ, ഞാനത് 4-ാം തീയതിയിലേക്ക് മൊഴിയെടുക്കാൻ വേണ്ടി വെച്ചു. 4-ാം തീയതി ഞാൻ വാദിയുടെ മൊഴിയെടുത്തു. 6-ാം തീയതിയിലേക്ക് സാക്ഷികളെ ഹാജരാക്കാൻ വെച്ചു. സാക്ഷികളുടെ മൊഴി 6-ാം തീയതി എടുത്തു എന്ന് കരുതുക. 8-ാം തീയതി ഞാൻ പ്രതിക്ക് സമൻസ് ഇഷ്യൂ ചെയ്തു. അപ്പോ 2-ാം തീയതി, 4-ാം തീയതി, 6-ാം തീയതി, 8-ാം തീയതി, ഇതിൽ ഏത് ദിവസമാണ് കോഗ്നിസൻസ് എടുത്തെന്ന് പറയാൻ പറ്റുക? 8-ാം തീയതി ആയിരിക്കാം സർ. 8-ാം തീയതി ആയിരിക്കും. യെസ്, എന്താ സിഗ്മ എന്ത് പറയണു? സാർ, ഈ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കംപ്ലൈന്റ് ഒത്തെടുത്ത് കംപ്ലൈനന്റ് ഒരു സിറ്റുവേഷൻ പറയുന്ന സമയത്താണ് കോഗ്നൈസൻസ് എടുക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. അത് സിറ്റുവേഷൻ പറയുന്ന സമയത്ത് ഞാനീ പറഞ്ഞ സ്റ്റേജ് മനസ്സിലായില്ല, ഞാനീ പറഞ്ഞ പ്രോസസ് മനസ്സിലായില്ല. ഡേറ്റ് ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. ഞാൻ കംപ്ലൈനന്റിന്റെ ഒരു എക്സാമിനേഷനോട് കൂടിയിട്ട്, ഫസ്റ്റത്തെ എക്സാമിനേഷനോട് കൂടിയിട്ട് കോഗ്നൈസൻസ് എടുത്തു സാർ. അതായത് 2-ാമത്തെ ദിവസം. അതെ, കംപ്ലൈനന്റ് എക്സാമിനേഷൻ ചെയ്യുന്ന ഒരു സമയത്താണ് കോഗ്നൈസൻസ്. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ 2-ാമത്തെ ദിവസമാണ് വാദിയെ വിസ്തരിക്കുന്നത്. അപ്പൊ അന്നേ ദിവസം എടുത്തു എന്നുള്ളത്. ഓക്കെ. അമല എന്ത് പറയണം? ആ കേസ് ഫയലിൽ സ്വീകരിച്ച് വാദിയെ വിസ്തരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടെ കോഗ്നിസൻസ് ആയി. ടേക്കിംഗ് ലീഗൽ ആക്ഷൻ. വാദി വിസ്തരിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത് 2-ാമത്തെ ദിവസമാണ് വാദി വിസ്തരിച്ചത്. 2-ാമത്തെ ദിവസമാണെന്നാണ് എന്റെയും കണക്കൂട്ടല്. അത് കഴിഞ്ഞിട്ടല്ലേ സമൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യത്തുള്ളൂ. അതെ, അതത്രേ ഉള്ളൂ. നീ ഓരോരുത്തര് പറഞ്ഞേ, ഓരോരുത്തരായിട്ട് പറയും. അത് എവിഡൻസ് എടുക്കാം, കംപ്ലൈന്റിനെ വിസ്തരിക്കാം എന്ന് 2-ാം തീയതി തീരുമാനിച്ച അതാണ് കോഗ്നിസൻസ് എടുത്തത്. അതാണ് കോഗ്നിസൻസ് എടുത്തത്. യെസ്, ഇനി പറയും. അഭിവന്ധ്യ ഉണ്ടോ? യെസ് സർ, ഉണ്ട്. എപ്പോഴാണ്? സർ, എനിക്കും സെക്കൻഡ് ഡേ ആണെന്ന് തന്നെയാ തോന്നുന്നത്.
സെക്കൻഡ് ഡേ ആണെന്ന് തോന്നുന്നു. ഓക്കെ, നജിയ? അറിയില്ല സാർ. ഒരു പിടുത്തമില്ല. ആദിത്യലക്ഷ്മി? സാർ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ. രേവതി? ഫസ്റ്റ് ഡേ എന്താന്ന് ഒന്നുകൂടെ പറയോ? ഫസ്റ്റ് ഡേയിൽ അന്യായം കിട്ടി, വായിച്ചു നോക്കി മനസ്സിലാക്കി. ഞാൻ മൊഴിയെടുക്കാൻ വേണ്ടി 4-ാം തീയതിയിലേക്ക് പോസ്റ്റ് ചെയ്തു. 4-ാം തീയതി മൊഴിയെടുത്തു. 5-ാം തീയതി 6-ാം തീയതി സാക്ഷികളുടെ മൊഴിയെടുത്തു. 8-ാം തീയതി പ്രതിക്ക് ഫയൽ എടുത്തിട്ട് പ്രതിക്ക് സമൻസ് ഇഷ്യൂ ചെയ്തു. സർ ഫസ്റ്റോ സെക്കൻഡോ ഡേ ആണെന്ന് എനിക്ക് തോന്നുന്നു. ശരി, ഇനി ആരാ പറയാനുള്ള? ഭാഗ്യലക്ഷ്മി പറഞ്ഞ? അല്ല, ചോദിച്ചു ആദ്യം. സാർ ആദ്യമേ ഞാനായിരുന്നു ചോദിച്ചത്, എന്നോടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. സ്റ്റെഫി? സ്റ്റെഫി ഇല്ലേ? കേക്കാമോ സാർ? ആ പറഞ്ഞോ. സെക്കൻഡ് ഡേ ആണെന്നാ തോന്നുന്നത്, എനിക്കറിയാം. ഓക്കെ ഓക്കെ ഓക്കെ. അനീഷ് ബാബു എന്ത് പറയണോ? എനിക്ക് 2-ാം തീയതി തന്നെയാണ് എന്റെ. 2-ാം തീയതി എന്ന് പറയുന്നത്. ശരണ്യോ? ഫസ്റ്റ് ഡേ ആണോ? ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എന്നോട് ഇങ്ങോട്ട് ചോദിക്കാണ്. മജിസ്ട്രേറ്റിന് കംപ്ലൈന്റ് കിട്ടി, മജിസ്ട്രേറ്റ് അത് വായിച്ച് ശേഷം കോഗ്നിസൻസ് ഉള്ളത് കൊണ്ടാണല്ലോ പിന്നെ ഒരു ദിവസത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നത് വിസ്തരിക്കാനായിട്ട്. ഓക്കെ. നജുമല് പറയുമല്ലേ? ഇത് ശരിക്കും പറഞ്ഞു തന്നാലുണ്ടല്ലോ, ഇത് ഒരു കൺഫ്യൂഷൻ വരുത്തുന്ന കാര്യമായത്. എന്തുകൊണ്ടെന്നാൽ ഈ കോഗ്നൈസ് എടുക്കുന്നത് എന്താണെന്ന് ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അത് CRPC ഡിഫൈൻ ചെയ്തിട്ടില്ല, BNSS ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോ ശരിക്കും ഇപ്പോഴത്തെ ഒരുപാട് ഡിസിഷൻസ് അതേ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഡിസിഷൻ, അതിപ്പോ RR ചാരി എന്നുള്ള തൊട്ട് 51 കേസ് തൊട്ട് ഇങ്ങോട്ട് ഇഷ്ടംപോലെ കേസുകളിൽ സുപ്രീം കോടതി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, കോഗ്നൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് ആഫ്റ്റർ ഗോയിങ് ത്രൂ ദ കംപ്ലൈന്റ് ആൻഡ് ആഫ്റ്റർ അപ്ലൈയിങ് ഹിസ് ജുഡീഷ്യൽ മൈൻഡ് whether it is to be proceeded to the next chapter. അതായത് CRPC ആണെങ്കിൽ 200 തൊട്ട് പോണമെന്ന് കോടതി തീരുമാനിക്കുന്നതിന് ആണ് കോഗ്നൈസ് എടുക്കുക എന്ന് പറയുക. അപ്പൊ അന്യായം വായിച്ചിട്ട് കോടതി ഫോർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കോഗ്നൈസൻസ് എടുക്കുകയാണ്. കോഗ്നൈസൻസ് എടുത്തു, വാദ്യ വിസ്തരിക്കുന്നു. അത് നമ്മൾ 223 വരുമ്പോൾ, അതായത് പഴയ 200 വരുമ്പോൾ, അവിടെ മജിസ്ട്രേറ്റ് ടേക്കിംഗ് കോഗ്നൈസൻ ഷാൽ എക്സാമിൻ ദ കംപ്ലൈന്റ് ഓൺ ഓത്ത് എന്നാണ് പറയുന്നത്. ഈ 223 വരുമ്പോൾ മജിസ്ട്രേറ്റ് വൈൽ ടേക്കിംഗ് കോഗ്നൈസൻ ഷാൽ എക്സാമിൻ ദ കംപ്ലൈന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് പിന്നെ ഡിസിഷനിലൊക്കെ പറയുന്നത് ഈ പിന്നെ നേരത്തെ ഉള്ള CRPC അനുസരിച്ചിട്ടാണെങ്കിൽ ചാപ്റ്റർ 15 കടക്കാൻ മജിസ്ട്രേറ്റ് തീരുമാനിക്കുന്ന നിമിഷം കോഗ്നൈസൻസ് എടുത്തു എന്നാണ്. ഇപ്പൊ സപ്പോസ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഒരു അന്യായം വരുന്നു, അന്യായം മജിസ്ട്രേറ്റ് വായിച്ചു നോക്കിയിട്ട് അത് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതാണ് എന്ന് കരുതി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അയച്ചാൽ മജിസ്ട്രേറ്റ് കോഗ്നൈസൻസ് എടുത്തില്ല എന്നാണ് എൻ്റെ അർത്ഥം. അതായത് പഴയ 156(3), ഇപ്പോഴത്തെ 175(3). അപ്പൊ അതൊരു പ്രീ കോഗ്നൈസൻസ് സ്റ്റേജിലാണ്. എന്നാൽ മജിസ്ട്രേറ്റ് വാദ്യം വിസ്തരിക്കാൻ ആയിട്ട് പോസ്റ്റ് ചെയ്താൽ അതിന്റെ അർത്ഥം കോഗ്നൈസൻസ് എടുത്തു എന്നാണ്. മനസ്സിലായില്ല? അപ്പൊ ഞാൻ 2-3 ഡിസിഷൻ തരാം, നിങ്ങൾ ആ ഡിസിഷൻ ഒന്ന് നന്നായിട്ട് വായിക്കുക. ഇതിന് വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് ചെറിയ വേരിയേഷനിലൊക്കെ ഇപ്പോഴത്തെ ഡിസിഷനൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇതിന്റെ ബേസിക് ഡിസിഷൻ എന്ന് പറയുന്നത് RR ചാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP.
1951 KHC 241, KHC 241, അത് 3 ജഡ്ജസ് ഡിസിഷൻ ആണ്. അത് പിന്നീട് പല ഡിസിഷനിലും പിന്നെ വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് 2008 KHC 4247, 2008 KHC 4247, SK സിൻഹ ചീഫ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ വേഴ്സസ് വീഡിയോകോൺ ഇന്റർനാഷണൽ ലിമിറ്റഡ്, SK സിൻഹ ചീഫ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ വേഴ്സസ് വീഡിയോകോൺ ഇന്റർനാഷണൽ, 2008 KHC 4247. ഇത് രണ്ടും വേറെ ഒരുപാട് ഡിസിഷൻ ഉണ്ട്. എന്നാൽ ഇത് രണ്ടും പിന്നെ നന്നായിട്ട് വായിക്കുക. വേറെ AIR 1977 സുപ്രീം കോർട്ട് 2401 ഉണ്ട്. AIR 1977 സുപ്രീം കോർട്ട് 2401. അപ്പൊ നിങ്ങളിപ്പോ ഈ എക്സാമിനേഷന് വേണ്ടി മനസ്സിലാക്കേണ്ട ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. മജിസ്ട്രേറ്റ് ക്യാൻ ടേക്ക് കോഗ്നിസൻസ് 3 ways. 1, upon a police report. അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും കേട്ടോ. upon a police report. 2, B upon A upon complaint. ഓർഡർ തന്നെ പഠിക്കുക. A upon complaint, B upon a police report, C upon information received from any person or upon his own knowledge. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കോഗ്നിസൻസ് എടുക്കുന്നത് ഒഫൻഡറിനെ അല്ല, ഒഫൻസിനെയാണ് കേട്ടോ. കോഗ്നിസൻസ് ഓഫ് ഒഫൻസ് ആണ് എടുക്കുന്നത്, നോട്ട് ഒഫൻഡർ. എന്നാൽ ഒരു കേസില് ഒഫൻഡറിനെതിരെയാണ് കോഗ്നിസൻസ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. അത് എവിടെയാണെന്ന് അറിയാമോ? ബാക്കിയുള്ള എല്ലാ കേസിലും പറയുന്നത് കോഗ്നിസൻസ് ഓഫ് ഒഫൻസ് ആണ്. എന്നാൽ ഒരു കേസിലെ കോഗ്നിസൻസ് ഓഫ് ഒഫൻസ് എന്നുള്ളത് തീർത്ത് പറയാൻ പറ്റത്തില്ല. അത് സ്പെഷ്യലി ഒഫൻഡർ എന്നാണെന്ന് പറയുന്നുണ്ട്. അത് ഏത് കേസാണെന്ന് പറയാമോ? ആർക്കെങ്കിലും പറയാമോ? അതായത് ഇപ്പോ നമ്മള് സാധാരണ നിങ്ങള് ഈ പിന്നെ സെഷൻസ് കേസിൽ കോഗ്നിസൻസ് എടുക്കുന്നത് ഇത് നമ്മൾ പഠിക്കും 213 അതാണ്. അതായത് അതർവൈസ് തന്നെ കമ്മിറ്റൽ. സെഷൻസ് കോൺ ക്യാൻ ടേക്ക് കോഗ്നിസൻസ് ഓൺലി അപ്പോൺ കമ്മിറ്റൽ ഓർ അതർവൈസ് എക്സ്പ്രസ്ഡ് ബൈ എനി അതർ ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു 302 കേസ് ആണെങ്കിൽ ആ 302 കേസിൽ സെഷൻസ് കോടതിക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റത്തില്ല, കമ്മിറ്റൽ വേണം. അങ്ങനെയാണല്ലോ, അറിയാലോ അത്. അപ്പോൾ അത് നമ്മൾ പഠിക്കും ഇതായിട്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ എളുപ്പം 2 എക്സാമ്പിൾ പറയാം. ഒരു 302 കേസിൽ ഒറ്റ പ്രതിയേ ഉള്ളൂ എന്ന് വെച്ചോളൂ. പോലീസ് ഒരു പ്രതിക്കെതിരെ പോലീസ് റിപ്പോർട്ട് ഫയൽ ചെയ്തു. എന്നാൽ FIR 2 പ്രതികൾ ഉണ്ടായിരുന്നു. പോലീസ് റിപ്പോർട്ടിൽ ഒറ്റ പ്രതിയേ ഉള്ളൂ. മജിസ്ട്രേറ്റ് നോക്കിയിട്ട് ആ ഒരു പ്രതിക്കെതിരെ കോഗ്നിസൻസ് എടുത്തു. CP ആയിട്ട് ഫയൽ പിടിച്ചു, അത് കമ്മിറ്റ് ചെയ്തു സെഷൻസ് കോടതിയിൽ പോയി. സെഷൻസ് കോടതിയിൽ പോയപ്പോൾ സെഷൻസ് കോടതി നോക്കിയപ്പം ആ ഒഴിവാക്കപ്പെട്ട പ്രതിക്കെതിരെ മെറ്റീരിയൽസ് ഉണ്ടെന്ന് വരുന്നു. അപ്പോൾ ആ പ്രതിക്കെതിരെ സെഷൻസ് കോടതിക്ക് സമൻസ് അയക്കാവോ? ഒന്നാമത്തെ പ്രതിയുടെ മാത്രമാണ് അങ്ങോട്ട് കമ്മിറ്റ് ചെയ്തത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സെഷൻസ് കോടതി പരിശോധിച്ചപ്പോൾ ഈ ഒഴിവാക്കപ്പെട്ട പ്രതിക്കെതിരെ സഫീഷ്യന്റ് മെറ്റീരിയൽസ് ഉണ്ട്. ആ പ്രതിക്ക് സമൻസ് അയക്കാവോ? അതവിടെ നിൽക്കട്ടെ. ഒരു കേസില് പോലീസ് ചാർജിൽ 2 പ്രതികളേ ഉള്ളൂ. FIR 4 പ്രതികളുണ്ടായിരുന്നു. പോലീസ് ചാർജിൽ 2 പ്രതികളേ ഉള്ളൂ. കോടതി വന്ന് ഒന്നാം സാക്ഷി വിസ്തരിച്ചപ്പം അയാൾ പറഞ്ഞു, എന്നെ ഉപദ്രവിച്ച 4 പേരാണ്, 2 പേര് പോലീസ് ഒഴിവാക്കി. ആ ഒഴിവാക്കപ്പെട്ട പ്രതികളെ പ്രതി ചേർക്കാൻ പറ്റുമോ?
കോടതിക്ക്? പറ്റും സാർ. പറ്റും. ഏത് പ്രൊവിഷൻ അനുസരിച്ചാണ് പറ്റുന്നത്? പഴയ 320 പ്രകാരമാണെന്ന് സംശയമുണ്ട്. 20 അല്ല, 320 കോമ്പൗണ്ടബിൾ ആണ്. 319 ആണ്. അപ്പൊ 319 അനുസരിച്ചിട്ട് പ്രതികളെ ചേർക്കാം ട്രയൽ സമയത്ത് എവിഡൻസ് വേണം. അതാണ് 319 പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് കമ്മിറ്റൽ കോർട്ട് ഒരു പ്രതിക്കെതിരായിട്ടുള്ള കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രതിയെ പോലീസ് ഒഴിവാക്കി. അപ്പം കോടതിയിൽ CP ആയിട്ട് എടുത്തിട്ട് അത് കമ്മിറ്റ് ചെയ്തു. ആ പ്രതിക്ക് മാത്രമുള്ള കമ്മിറ്റ് ചെയ്തു. സെഷൻസ് കോടതി ചെന്നപ്പോൾ സെഷൻസ് കോടതി പരിശോധിച്ചപ്പോൾ ഒരു പ്രതിയെ കൂടെ ഒഴിവാക്കിയപ്പെട്ട പ്രതിക്കെതിരെ മെറ്റീരിയൽസ് ഉണ്ട്. ആ പ്രതിക്ക് 390 സ്റ്റേജിലോട്ട് പോകാതെ, 390 പോകണമെങ്കിൽ എന്ത് വേണം? എവിഡൻസ് വേണം. എവിഡൻസ് സ്റ്റേജിലെ 390 പറ്റുള്ളൂ. അതിലേക്ക് പോകാതെ ഈ മെറ്റീരിയൽസ് ആ പ്രതിക്കെതിരെ, അതായത് ഈ കമ്മിറ്റലിൽ പെടാത്ത പ്രതിക്കെതിരെ സമൻസ് അയക്കാൻ പറ്റുമോ? എന്തു പറയുന്നു? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐഡിയ ഇല്ലേ സാർ? അതായത് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പോഴത്തെ പൊസിഷൻ അനുസരിച്ച്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ധരംപാലാണ് 2013 3 KHC. അത് പിന്നെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഡിസിഷനാണ് കേട്ടോ. ധരംപാൽ 2013 3 KHC എത്രയാണ്? 3 KHC 221. 2013 3 KHC ധരംപാൽ ആൻഡ് അതർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന ആൻഡ് അതർ. അതിനകത്താണ് പറഞ്ഞത്, ഈ സെഷൻസ് കോടതിക്ക് 390 സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ പ്രതിക്ക്, ഒഴിവാക്കപ്പെട്ട പ്രതിക്ക് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ സമൻസ് അയക്കാം. മനസ്സിലായോ? അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കൊഗ്നീസൻസ് എടുക്കുന്നത് ഒരു ഒഫൻഡറിനെതിരായിട്ടല്ല, ഒഫൻസിനെതിരായിട്ടാണ്. അതുകൊണ്ട് ആ ഒഴിവാക്കപ്പെട്ട പ്രതി വീണ്ടും മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി കമ്മിറ്റൽ പ്രൊസീഡിങ്സിന് വിധേയനായി തിരിച്ചു വരേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാ? ബിക്കോസ് ദ കൊഗ്നീസൻസ് ഈസ് ടു ബി ടേക്കൺ not against an offender but of offense. അതാണ് പ്രിൻസിപ്പിൾ. അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് 390 വരെ. അപ്പൊ ഈ മജിസ്ട്രേറ്റ് കോടതിക്ക് തന്നെ അത് ചെയ്യാം. ഒഴിവാക്കപ്പെട്ട പ്രതിയെ ചെയ്യാം, പിന്നെ പ്രോസസ് അയക്കാം. അവിടെ മജിസ്ട്രേറ്റ് കമ്മിറ്റ് ചെയ്തതിന് ശേഷം സെഷൻസ് കോടതിക്ക് ആ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഈ പ്രതിയെ സെഷൻസ് കോടതിക്ക് സമൻസ് അയച്ച് വരുത്താം, വിത്തൗട്ട് ജമ്പിങ് ഇൻ ടു ദി സ്റ്റേജ് അറ്റ് വിച്ച് സെക്ഷൻ 319 ഈസ് ബീങ് അപ്ലൈഡ്. വേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഒഫൻസിനാണ് കോഗ്നിസൻസ് എടുക്കുന്നത്, നോട്ട് ഒഫൻഡർ. അപ്പൊ ഞാൻ ചോദിച്ചത്, ക്യാൻ യു പോയിന്റ് ഔട്ട് എനി സർക്കംസ്റ്റൻസ് ഇൻ വിച്ച് ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് കോഗ്നിസൻസ് നോർമലി ടേക്കൺ ഓഫ് ഒഫൻഡർ നോട്ട് ഒഫൻസ്? അങ്ങനൊരു സന്ദർഭമുണ്ട്. അത് ഏതാണെന്ന് ഞാൻ ചോദിച്ചത്. ആർക്കെങ്കിലും പറയാവോ? അത് ഒരു സുപ്രീം കോടതി ഡിസിഷനാണ്. അത് ഈ 138 കംപ്ലൈന്റിലാണ് പറയണത്. 138 ഒരു സ്പെഷ്യൽ എനാക്ട്മെന്റ് ആയതുകൊണ്ട് 138 നോർമലി കൊഗ്നൈസൻസ് എന്ന് പറയുന്നത് ഒരു ഒഫൻഡറിനെതിരായിട്ടാണ്, നോട്ട് അഗെയിൻസ്റ്റ് ഒഫൻസ് എന്ന് പറയുന്നുണ്ട്. മനസ്സിലല്ലേ? 2017 4 KLT 2017 4 KHC 2017 4 KHC 699 ഹരിഹരകൃഷ്ണൻ വേഴ്സസ് തോമസ്. അതിന്റെ പാരഗ്രാഫ് 26 വായിക്കണം. മനസ്സിലായോ? അതൊരു ഇൻട്രസ്റ്റിംഗ് മാറ്റർ ആണ്. അതിനകത്ത് എന്ന് വെച്ചാൽ അതിനകത്തൊരു 390 അനുസരിച്ചിട്ട് പ്രതിയെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പെറ്റീഷൻ കൊടുത്തു. മനസ്സിലായോ? 390 അനുസരിച്ചിട്ട് പ്രതി മാറിപ്പോയ കണ്ട് ചെയ്താണെന്ന് തോന്നുന്നു.
കൊടുത്തു. അപ്പൊ അത് കോടതി അതിനകത്ത് അനുവദിച്ചില്ല. ഈ പ്രിൻസിപ്പൽ അനുസരിച്ച് അനുവദിക്കേണ്ടതാണ്. പക്ഷെ അതിനകത്ത് പറഞ്ഞു അതൊരു ഒരു പ്രത്യേകതരം ഒഫൻസ് ആണ്. അതുകൊണ്ട് അവിടെ നോർമലി കോഗ്നിസൻ ഒഫൻസിനാണെങ്കിലും അവിടെ ഒഫൻഡറിനെതിരായിട്ടാണെന്ന് പറഞ്ഞു. അത് ആ 26 പാരഗ്രാഫ് 26 വായിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വാട്ട് ആർ ദ 3 ways in which a magistrate can take cognizance? 210A, 210B, 210C. 210 എന്നല്ലേ പറയേണ്ടത്? 210(1)A, 210(1)B, 210(1)C. 1A എന്താണ്? 210(1)A എന്ന് പറയുന്നത് upon a complaint. 210(1)B upon a police report. 210(1)C upon information received from any person other than a police officer or on his own knowledge. ഇതാണ് 3 വഴികൾ. ഒരു മജിസ്ട്രേറ്റ് കോഗ്നിസ് എടുക്കാവുന്ന 3 വഴികൾ. ഓക്കെ, മനസ്സിലായല്ലോ? മനസ്സിലായോ? മനസ്സിലായി സാർ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പോലീസ് റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് കിട്ടിയെന്ന് കരുതുക. പോലീസ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? 190 എനിക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 190 കയറി വരും കേട്ടോ, CRPC കയറി വരും. 210(1)A പ്രകാരം 210(1)B പ്രകാരം മജിസ്ട്രേറ്റ് ക്യാൻ ടേക്ക് കോഗ്നിസൻസ്. അപ്പൊ when a police report is filed before a magistrate, what are the options available to the magistrate? Whether the magistrate is bound to take cognizance under 210(1)B or whether magistrate is bound to accept the conclusions arrived by the investigating officer. അപ്പൊ ചോദ്യം ഇതാണ്, when a police report is filed before the magistrate, what are the options available to the magistrate? ഇപ്പൊ പോലീസ് റിപ്പോർട്ട് 2 തരത്തിലുണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. എ റിപ്പോർട്ട് അണ്ടർ സെക്ഷൻ 189 BNS ആൻഡ് 190 BNSS അല്ലേ? 189 BNSSന്റെ പ്രത്യേകത എന്താ? 190 എന്ന് പറഞ്ഞാൽ ചാർജ് ഷീറ്റ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കേസ് എടുക്കാം. സപ്പോസ് എ ചാർജ് ഷീറ്റ് ഈസ് ഫയൽഡ്, then what are the options available to the magistrate? ഒന്നെന്താ? ഫസ്റ്റ് ഓപ്ഷൻ എന്താ? he can take cognizance. ഇനി അടുത്ത ഓപ്ഷൻ എന്താ? Suppose after going through the police report, the magistrate feels that there is no sufficient materials to take cognizance. അപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ കോടതിക്ക് വേണമെങ്കിൽ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതാണെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അയക്കാം. അതല്ല ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ട, ഒന്നുമില്ല, he can drop the proceedings. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു പ്രശ്നം വരും. എന്താണ്? ഡ്രോപ്പ്. അത് അഭിനന്ദന്റെ കേസ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് അപ്പൊ ഞാൻ ഈ ചാർജ് ഷീറ്റ് പിന്നെ ഫയൽ ചെയ്ത കേസിലാണ് പറഞ്ഞത്. ചാർജ് ഷീറ്റ് ഒന്നുകിൽ ചാർജ് ഷീറ്റ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് റിട്ടേൺ ചെയ്തിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് ചാർജ് ഷീറ്റ് ഒന്നുമില്ല എന്ന് കഴിഞ്ഞിട്ട് കോഗ്നിസൻസ് എടുക്കാതിരിക്കാം. ഇനി ഒരു റഫർ റിപ്പോർട്ടാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ അപ്പോഴും ഓപ്ഷൻ ഉണ്ട് മജിസ്ട്രേറ്റിന്. മജിസ്ട്രേറ്റ് ക്യാൻ റിജക്ട് ദ റഫർ റിപ്പോർട്ട്. അതായത് കോടതി മജിസ്ട്രേറ്റ് പരിശോധിക്കുമ്പം സഫിഷ്യന്റ് മെറ്റീരിയൽസ് ഓൾറെഡി ഉണ്ട്, പക്ഷെ പോലീസിന്റെ റിപ്പോർട്ട് തെറ്റാ. അപ്പൊ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യാൻ പറ്റും? 210(1)A പ്രകാരം B പ്രകാരം എന്ത് ചെയ്യാം? കോഗ്നിസൻസ് എടുക്കാം. ഇനി മജിസ്ട്രേറ്റ് നോക്കിയിട്ട് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത്
ഒരു റിപ്പോർട്ടിലേക്ക് വരുന്നതിന് ചെറിയ തടസ്സങ്ങളുണ്ട്, ഒന്നുകൂടെ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ഹി ക്യാൻ ഓർഡർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. ഇനി പിന്നെ മജിസ്ട്രേറ്റ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സഫിഷ്യന്റ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ആഫ്റ്റർ ഡിസ്കാർഡിംഗ് ദ ഫൈനൽ റിപ്പോർട്ട് ദ മജിസ്ട്രേറ്റ് ക്യാൻ ടേക്ക് കോഗ്നിസൻസ്. ഇനി മജിസ്ട്രേറ്റിന് അക്സെപ്റ്റ് ചെയ്യാം, ഇൻവെസ്റ്റിഗേറ്ററിന്റെ റിപ്പോർട്ട് കറക്റ്റ് ആണെന്ന് തോന്നിയാൽ അക്സെപ്റ്റ് ചെയ്യാം. അവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ വിക്ടിം ഈസ് ആൻ അഫക്റ്റഡ് പാർട്ടിയാണ്. അപ്പോൾ മജിസ്ട്രേറ്റ് ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്താ മജിസ്ട്രേറ്റ് ഡ്യൂട്ടി? ബിഫോർ അക്സെപ്റ്റിംഗ് ദ റെഫർ റിപ്പോർട്ട് ഹി ഷാൽ ഇഷ്യൂ എ നോട്ടീസ് ടു ദി അഫക്റ്റഡ് പാർട്ടി, അതായത് വിക്ടിം. അതാണ് നേരത്തെ സൂചിപ്പിച്ച ആ ഡിസിഷനിൽ പറയുന്നത്. ആ ഡിസിഷൻ ഇതാണ്, അത് നിങ്ങൾ വായിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. ആ 1985 സുപ്രീം കോർട്ട് 1285, അത് ഭഗവന്ത് സിംഗ് വേഴ്സസ് കമ്മീഷൻ ഓഫ് പോലീസ്. അത് അഭിനന്ദ് കേസിൽ അത് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കൃത്യമായിട്ട് വാട്ട് ആർ ദി ഓപ്ഷൻസ് അവൈലബിൾ ടു ദ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നുണ്ട്. ആ അല്ല 170, അത് 173-ലല്ലേ പറയണത് റിപ്പോർട്ട് വെക്കണമെന്ന്, ഈ എല്ലാം വെക്കണമെന്നുള്ളത്. 193-ലാണ് പറയുന്നത്. ഇതെല്ലാം വെക്കണമെന്ന് 193-ലല്ലേ പറയണത്. അല്ല 173 പ്രകാരം പിന്നെ റഫർ ചെയ്യുന്ന കേസിൽ കണ്ടു ചേർച്ച സാക്ഷികളുടെ റെക്കോർഡ് കോടതിയിൽ ഹാജരാക്കണ്ടെന്ന് ഇവിടെ പറയണേ. ആ അത് പ്രൊപ്പോസ് ടു എക്സാമിനാണ്. 190 വരുമ്പോഴേ പ്രൊപ്പോസ് ടു എക്സാം വരുന്നുള്ളൂ. അതുകൊണ്ട് സാക്ഷികളുടെ മൊഴി കൊടുക്കേണ്ടെന്ന് അർത്ഥമില്ല. മാത്രമല്ല നമ്മൾ ഇപ്പോഴത്തെ 1904 പ്രകാരം റൂൾ ഞാനത് പറഞ്ഞില്ലേ, 1904 പ്രകാരം പ്രൊപ്പോസ് ചെയ്യാതെ വിസ്തരിക്കാത്ത സാക്ഷികളുടെ ലിസ്റ്റ് പോലും കൊടുക്കണം ഇപ്പൊ. മനസ്സിലായില്ലേ? ഇപ്പൊ അതാണ് ഇപ്പൊ സപ്പോസ് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഹാജരാക്കുന്നില്ല എന്ന് കരുതുക. ഹാജരാക്കിയില്ലെങ്കിൽ മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ബി ഡയറക്റ്റഡ് ടു ഫർണിഷ് ദോസ് ഡോക്യുമെന്റ്സ്. കാര്യം അതാണ് ഞാൻ പറഞ്ഞത്. കൺക്ലൂഷൻസ് അറൈവ്ഡ് ബൈ ദി പോലീസ് ഓഫീസർ cannot be taken as a final word.
അത് കോടതി വിളിച്ചു വരുത്തി ഇതെല്ലാം പരിശോധിക്കണം. അതാണ് സഫിഷ്യന്റ് മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ സഫിഷ്യന്റ് മെറ്റീരിയൽസ് കൊണ്ടുവരാൻ പറയുക. ആ സഫിഷ്യന്റ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ആ കാര്യം അവിടെയാണ് മജിസ്ട്രേറ്റിന്റെ ഡ്യൂട്ടി. റെഫർ ചെയ്തൊരു കേസിൽ സാക്ഷികളുടെ മൊഴി ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ദേ ഹാവ് നോട്ട് പ്രോപ്പർലി കണ്ടക്ടഡ് ദി ഇൻവെസ്റ്റിഗേഷൻ എന്നല്ലേ? പിന്നെ അപ്പൊ അത് തീർച്ചയായിട്ടും ഹാജരാക്കാൻ പറയണം. അതെല്ലാം കൺസിഡർ ആയിട്ടാണ് കാര്യം. മജിസ്ട്രേറ്റിന് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് അവരുടെ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് നേരിട്ട് കോഗ്നിസൻസ് എടുക്കാം, പ്രൊവൈഡഡ് ദർ ആർ സഫിഷ്യന്റ് മെറ്റീരിയൽസ്. മനസ്സിലായില്ലേ? അപ്പൊ അതെല്ലാം വേണം. യെസ്, എന്താ പറഞ്ഞു വന്നേ? അപ്പൊ ഈ മജിസ്ട്രേറ്റിന് ഈ പിന്നെ ഈ രണ്ട് സന്ദർഭത്തിലും ഇതേപോലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ, റഫർ റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ദ വിക്ടിം ഈസ് എൻടൈറ്റിൽഡ് ടു ഗെറ്റ് എ നോട്ടീസ്. അത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു, പോലീസ് ഓഫീസർ റഫർ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർക്കൊരു നോട്ടീസ് കൊടുക്കണം. അത് നോർമലി എല്ലാവരും ചെയ്യുന്നത് ആ ഒപ്പ് നേരെ വരച്ച് കോടതിയിൽ ഹാജരൊക്കെ ചെയ്യണം. കാര്യം അവരിത് അറിയ പോലും ഇല്ല. അതുകൊണ്ടാണ് ഭഗവത് സിംഗ് കേസിൽ പറഞ്ഞത്, ബിഫോർ അക്സെപ്റ്റിംഗ് ദ റഫർ റിപ്പോർട്ട് the magistrate shall issue a notice to the victim or അല്ലെങ്കിൽ കൺസേൺഡ് ഡിഫാക്ടോ കംപ്ലൈനന്റ് ഒരു നോട്ടീസ് കൊടുക്കണം. അപ്പൊ ഇതാണ് 3 ബേസ് കോഗ്നിസൻസ് എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് 211 എന്ന് പറയുന്നത് പഴയ 191 ആണ്. ഒരു ട്രാൻസ്ഫർ ആണ്. നമ്മൾ സാധാരണ പണ്ടൊക്കെ സ്ഥിരം പറഞ്ഞു കേൾക്കുന്ന ഒരു സാധനമാണ്. അതായത് ഇപ്പൊ ഒരു പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൺ ഇൻഫർമേഷൻ ഓർ അല്ലെങ്കിൽ ഹിസ് ഓൺ നോളജ്. കോടതി ഒരു പിന്നെ നമ്മൾ സുവമോട്ടോ എന്നൊക്കെ പറയുന്ന പോലെ നേരിട്ട് കോഗ്നിസൻസ് എടുത്ത ഒരു കേസിൽ പ്രതി പറയുകയാണ്, എനിക്ക് ഈ കോടതി തന്നെ ട്രയൽ നടത്തുന്നതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അത് വേറൊരു മജിസ്ട്രേറ്റ് കോടതിക്ക് അയക്കാനായിട്ട് CJMന് എഴുതണം. അതാണ് 211 പറയുന്നത്. എന്താണ്? ട്രാൻസ്ഫർ ഓൺ ആപ്ലിക്കേഷൻ ഓഫ് അക്യൂസ്ഡ് ആണ്. ട്രാൻസ്ഫർ ഓൺ ആപ്ലിക്കേഷൻ ഓഫ് അക്യൂസ്ഡ്. ഒന്ന് വായിക്കോ? ആരെ വായിക്കണേ? സ്റ്റെഫി ഒന്ന് വായിക്കോ? 211 സർ വായിക്കാം സർ. Transfer on application of accused. When a magistrate takes cognizance of an offence under clause C of subsection 1 of section 210, the accused shall, before any evidence is taken, be informed that he is entitled to have the case inquired into or tried by another magistrate, and if the accused or any of the accused, if there be more than one, objects to further proceedings before the magistrate taking cognizance, the case shall be transferred to such other magistrate as may be specified by Chief Judicial Magistrate. അവിടെ മജിസ്ട്രേറ്റിന്റെ ഡ്യൂട്ടി ഉണ്ട്. എന്താണ്? ഇൻഫോം ദി അക്യൂസ്. പ്രതിയോട് പറയണം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതായത് വേറെ ഏതെങ്കിലും മജിസ്ട്രേറ്റ് അന്വേഷിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട് എന്ന് അവര് ഇൻഫോം ചെയ്യണം. അതനുസരിച്ച് പ്രതി പറയുകയാണെങ്കിൽ അത് വേറെ മജിസ്ട്രേറ്റ് മാറ്റാനായിട്ട് CJM നിർദ്ദേശിക്കുന്ന മജിസ്ട്രേറ്റ് എന്ന് പറയുക. നോർമലി നമ്മൾ സാധാരണ CJMന് എഴുതുകയാണ് ചെയ്യണത്. അതാണ് 211. അത് 210(1)(c)യുടെ ആപ്ലിക്കേഷൻ വരുമ്പോഴാണ് കേട്ടോ. എല്ലാ കേസിലും വരത്തില്ല. അത് 210(1)(c)യുടെ ആപ്ലിക്കേഷൻ വരുമ്പോഴാണ് അങ്ങനെ ഒരു റൈറ്റ് അക്യൂസിന് ഉണ്ടാവുക. ആ റൈറ്റ് പ്രതി കൊണ്ട് എന്നുള്ളത് മജിസ്ട്രേറ്റ് ഇൻഫോം ചെയ്യണം. ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ പ്രതി ഒബ്ജക്ട് ചെയ്യുകയാണ്, വേണ്ട വിസ്തരിക്കണ്ട, ഇവിടെ വിസ്തരിക്കണ്ട എന്ന് പറഞ്ഞാൽ അത് വേറൊരു മജിസ്ട്രേറ്റിന് CJM ഡയറക്റ്റ് ചെയ്യുന്ന മജിസ്ട്രേറ്റിന് ട്രാൻസ്ഫർ ചെയ്തു. ഇനി അടുത്തത് പിന്നെ മേക്കിംഗ് ഓവർ ദ കേസ് ടു ദ മജിസ്ട്രേറ്റ് ആണ്. നിങ്ങൾ കണ്ടു കാണുമല്ലോ, CJM കോടതിയിൽ നിന്ന് കുറെ ലിസ്റ്റ് ഒക്കെ എടുത്തിട്ട് ചില കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലേ. ഒന്നാം കോടതി 2ാം കോടതിയിലോട്ടൊക്കെ കയറി കൊടുക്കാറുണ്ട്. അത് ഈ പവർ ഉപയോഗിച്ചാണ്. CJMന് തന്നെ കേസ് അങ്ങോട്ട് വലിച്ചെടുക്കാം, മേക്ക് ഓവർ എടുക്കാം, അല്ലെങ്കിൽ CJMന് അങ്ങനെ ഒരു കോടതി വേറൊരു കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് അത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അതൊന്ന് വായിച്ചോളൂ. അനീഷ് ഒന്ന് വായിക്കുമോ? വായിക്കാം സാർ. Making over of case to magistrate. Clause 1. Any chief judicial magistrate may, after taking cognizance of an offence, make over the case for inquiry or trial to any competent magistrate subordinate to him. Clause 2.
Any magistrate of the first class empowered in this behalf by the Chief Judicial Magistrate may, after taking cognizance of an offence, make over the case for inquiry or trial to such other competent magistrate as the Chief Judicial Magistrate may, by general or special order, specify, and thereupon such magistrate may hold the inquiry or trial. 1 ഉം 2 വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേൽ പറഞ്ഞാൽ CJMന് ഒരു കേസ് എടുത്ത് വേറെ കേസിലേക്ക് കോടതിയിലിട്ട് മേക്ക് ഓവർ ചെയ്യാം. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇപ്പൊ ചില ജൂറിസ്ഡിക്ഷൻ മാറി ഒരു പോലീസ് സ്റ്റേഷൻ എതിർത്ത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ജനറൽ ഡയറക്ഷൻ കൊടുക്കും. എന്താണ് ഇവിടെ വരുന്ന കേസുകൾ ഈ വരുന്ന കേസുകളെല്ലാം നിങ്ങൾ തന്നെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. അപ്പൊ അതനുസരിച്ചിട്ട് അപ്പൊ if the magistrate court is empowered by the chief judicial magistrate, he can make over the case to other magistrate. അത്തരം കാര്യങ്ങളുണ്ട്, വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഇനി നെക്സ്റ്റ് വരുന്നത് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, കോഗ്നിസൻസ് ഓഫ് ഒഫൻസസ് ബൈ കോർട്ട് ഓഫ് സെഷൻ ആണ്. ഇനി ആരെയും വായിക്കാത്ത ആരാ? നജിയ വായിച്ചില്ല അല്ലേ? ഇല്ല സർ, വായിച്ചില്ല. വായിക്കൂ. 213. Cognizance of offences by court of session, except as otherwise expressly provided by the Sanhita or by any other law for the time being in force, no court of session shall take cognizance of any offence as a court of original jurisdiction unless the case has been committed to it by a magistrate under the Sanhita. ഇതാണ് നമ്മുടെ ടൂട്ടൺ പഠിച്ചത് കോഗ്നിസൻസ് ബൈ മജിസ്ട്രേറ്റ് ആണ്. ഇത് കോഗ്നിസൻസ് ബൈ കോർട്ട് ഓഫ് സെഷൻ ആണ്. അതായത് എന്താ പറയണത്? except as expressly provided, otherwise expressly provided by the Sanhita or by any other law for the time being in force, no court of session shall take cognizance an offence as a court of original jurisdiction unless the case has been committed to it by a magistrate under Sanhita. അപ്പോ ഈ സംഹിത പ്രകാരം എന്താണ്, കമ്മിറ്റ് ചെയ്യാതെ ഒരു സെഷൻസ് കോടതിക്ക് കോഗ്നിസൻസ് എടുക്കാൻ പറ്റൂല. എന്നിട്ട് ഒന്നുകൂടെ അതിനകത്ത് പറയുന്നു, എന്താ പറയുന്നത്? എനി അതർ ലോ ഫോർ ദ ടൈം ബീങ് ഗോസ് അൺലെസ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ലി പ്രൊവൈഡഡ് എനി അതർ. ഇപ്പൊ പോക്സോ കേസിൽ കമ്മിറ്റഡ് ഉണ്ടോ? എന്തുകൊണ്ടാണ്? ഡയറക്റ്റ് കോഗ്നൈസൻസ് എടുക്കാൻ ആ സ്റ്റാറ്റ്യൂട്ടിൽ സെക്ഷൻ 33 ഞാനൊന്ന് വായിക്കാം. Procedure and powers of special court. A special court may take cognizance of any offence without the accused being committed to it for trial upon receiving a complaint which constitutes. അപ്പോൾ അവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? May take cognizance without being committed. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഷെഡ്യൂൾഡ് കസ്റ്റഡി ഷെഡ്യൂൾഡ് ട്രയൽ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്, അതിന്റെ സെക്ഷൻ 14 സ്പെഷ്യൽ കോടതി പറഞ്ഞിരിക്കുന്നത്, അതിനകത്തും പറഞ്ഞിരിക്കുന്നത് സ്പെഷ്യൽ കോർട്ട് ക്യാൻ ഡയറക്ട്ലി ടേക്ക് കോഗ്നിസൻസ്. അവിടെ വിത്തൗട്ട് ബീങ് കമ്മിറ്റഡ് എന്ന് എഴുതി ചേർത്തിട്ടില്ല, പക്ഷെ പറഞ്ഞിരിക്കുന്നത് മേ ഡയറക്ട്ലി ടേക്ക് കോഗ്നിസൻസ് എന്നാണ്. അപ്പോൾ സെഷൻസ് കോടതിക്ക് കോഗ്നിസൻസ് എടുക്കാവുന്ന 2 തരത്തിലാണ്. ഒന്ന് ബൈ കമ്മിറ്റൽ ഓർ എക്സ്പ്രസ്ലി പ്രൊവൈഡഡ് ഇൻ ദി സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട്. സംശയമില്ലല്ലോ, സംശയിക്കാനൊന്നും ഇല്ല അവിടെ. 214 ആണ്. അത് അഡീഷണൽ സെഷൻ ജഡ്ജിന് സെഷൻ ജഡ്ജി മേക്ക് ഓവർ ചെയ്യുന്ന കേസുകൾ ട്രയൽ നടത്താന്നേ ഉള്ളൂ. അത്ര വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമല്ല. നെക്സ്റ്റ് ഒരു ഇത്തിരി ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്, പഴയ 195 ആണ്. അതായത് സെർട്ടൻ കേസസിൽ ഒരു ബാറുണ്ട് കോഗ്നിസൻസ് എടുക്കുന്നതിന്. ഇനി അങ്ങോട്ട് വരുന്നതൊക്കെ ബാറാണ്. 215, 216 അല്ലെ 217 ഒക്കെ ബാർ ഫോർ ടേക്കിംഗ് കോഗ്നിസൻസ് ആണ്. കോഗ്നിസൻസ് എടുക്കുന്നതിന് ബാർ വരുന്നുണ്ട്. അപ്പോ 215 ക്ലോസ് 1A സബ് ക്ലോസ് 1 ഉണ്ട്, സബ് ക്ലോസ് 2 ഉണ്ട്, സബ് ക്ലോസ് 3 ഉണ്ട്, ക്ലോസ് 1 ക്ലോസ് B ക്ലോസ് സബ് ക്ലോസ് 1 ഉണ്ട്, ക്ലോസ് 2 ഉണ്ട്, 3 ഉണ്ട്. ഇത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അഭിജിത്ത് ഇപ്പൊ വരുന്നില്ലെന്ന് തോന്നുന്നു. അഭിജിത്തിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു KHC ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ അതൊന്ന് വായിക്കൂ ആദ്യം. ആരെ വായിക്കാത്തവരാ?
അഭിവന്തി ഉണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. വായിക്കൂ. Section 215. Prosecution for contempt of lawful authority of public servants for offences against public justice and for offences relating to documents given in evidence. Subsection 1. No court shall take cognizance. Clause A. 1. Of any offence punishable under sections 206 to 223, both inclusive but excluding section 209 of the Bharatiya Nyaya Sanhita 2023, or 2. Of any abetment of or attempt to commit such offence, or 3. Of any criminal conspiracy to commit such offence, except on the complaint in writing of the public servant concerned, or of some other public servant to whom he is administratively subordinate, or of some other public servant who is authorized by the concerned public servant so to do. Sir, വായിക്കാനാണോ? അല്ലല്ല, അവിടെ വരെ മതി. അതായത് നിങ്ങള് ചാപ്റ്റർ 13 BNS ചാപ്റ്റർ 13 എടുത്തേ. ചാപ്റ്റർ 13 എന്ന് പറയുന്നത് 206 മുതൽ 223 വരെ BNSന്റെ കേട്ടോ, IPC ചാപ്റ്റർ 13 എടുക്കും. എടുത്തോ? അതിന്റെ ഹെഡിങ് നോക്കൂ. കണ്ടംപ്റ്റ്സ് ഓഫ് ലോഫുൾ അതോറിറ്റി ഓഫ് പബ്ലിക് സർവൻസ്. അതായത് പബ്ലിക് സർവൻസുമായിട്ട് ബന്ധപ്പെട്ട, പബ്ലിക് സർവീസിന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട വരുന്ന ഒഫൻസുകളാണ് ഈ 206 മുതൽ 223 വരെ പറയുന്നത്. അതിൽ 209 എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. 209 എന്ന് പറഞ്ഞാൽ നമ്മുടെ 83 പ്രൊക്ലമേഷൻ അനുസരിച്ചിട്ട് അയാൾ ഹാജരായില്ലെങ്കിൽ അയാൾക്കെതിരെ എടുക്കുന്ന ഒഫൻസ് ആണ്. ബാക്കിയുള്ള എല്ലാ ഒഫൻസിനും അല്ലെങ്കിൽ ആ ഒഫൻസിന്റെ അബറ്റ്മെന്റ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ ആ ഒഫൻസ് നടക്കാനുള്ള ക്രിമിനൽ കോൺസ്പിറസി, നിങ്ങൾ BNS പഠിച്ചിരിക്കും ക്രിമിനൽ കോൺസ്പിറസി, അബറ്റ്മെന്റ് ഒക്കെ, അറ്റംപ്റ്റ്, ഇതെല്ലാം ചെയ്താൽ എന്തില്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല? On a complaint in writing of the public servant concerned. സാറേ ഇതിലിപ്പോ തരും. ഓക്കെ ശരി, പറ്റും. അപ്പൊ പിന്നെ അതാത് പബ്ലിക് സർവന്റിന്റെയോ complaint in writing of the public servant concerned or some other public servant to whom he is administratively subordinate. അയാളുടെ ആരുടെ കീഴിലാണോ വർക്ക് ചെയ്യുന്നത് അയാൾക്ക്, or some other public servant who is authorized by the concerned officer, അല്ലെങ്കിൽ ആ കൺസേൺഡ് ഓഫീസർ ഓതറൈസ് ഒരാൾക്ക് അയാളുടെ കംപ്ലൈന്റ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല? കോഗ്നിസൻസ് എടുക്കാൻ പറ്റത്തില്ല. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് പോലീസിന് നേരിട്ട് കേസെടുക്കാൻ പറ്റൂല. അതാണ് അർത്ഥം. ഒരു FIR നിൽക്കൂല. കാരണം എന്താ? ആ ഒഫൻസിന് ആ പബ്ലിക് സർവന്റിന്റെ കംപ്ലൈന്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതാണ് പിന്നെ പഴയ 195 ബാർ എന്ന് നമ്മൾ പറയും. സാധാരണ 195 ബാർ എന്ന് പറയും. പിന്നെ 215 ബാർ. അപ്പൊ ആദ്യത്തെ കേസിൽ വരുന്നത് ചാപ്റ്റർ 13 വരുന്ന ഒഫൻസുകളാണ്. പബ്ലിക് പിന്നെ ലോഫുൾ അതോറിറ്റിയിൽ പബ്ലിക് സർവന്റിന്റെ അവരുടെ ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒഫൻസുകൾ, അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒഫൻസുകൾ, അത് എക്സെപ്റ്റ് അപ്പോൺ എ കംപ്ലൈന്റ് നോ കോർട്ട് ഷാൽ ടേക്ക് കോഗ്നിസൻസ്. ഇനി 190 അല്ല, പിന്നെ 215(1)(b) clause 1 അതുകൂടെ ഒന്ന് വായിച്ചേ അഭിയന്തി, അതുകൂടെ ഒന്ന് വായിച്ചേ. Of any offence punishable under any of the following sections of the Bharatiya Nyaya Sanhita 2023, namely sections 229 to 233, both inclusive, 236, 237,
242 to 248, both inclusive, and 267, when such offence is alleged to have been committed in or in relation to any proceeding in any court, or 2 of any offence described in subsection 1 of section 336 or punishable under subsection 2 of section 340 or section 342 of the said Sanhita, when such offence is alleged to have been committed in respect of a document produced or given in evidence in a proceeding in any court, or 3 of any criminal conspiracy to commit or to attempt to commit or the abatement of any offence specified in subclause 1 or subclause 2, except on the complaint in writing of that court or by such officer of the court as that court may authorize in writing in this behalf, or of some other court to which that court is subordinate. ഇതിനകത്ത് ആദ്യത്തെ ക്ലോസിൽ വരുന്ന ഒഫൻസ് എന്ന് പറയുന്നത് 236 വരുന്ന, അതായത് ചാപ്റ്റർ 13 വരുന്ന, 13 ചാപ്റ്റർ 14 വരുന്നത്. അതിന്റെ എന്താണത്? ഫാൾസ് എവിഡൻസ് ആൻഡ് ഒഫൻസ് അഗൈൻസ്റ്റ് പബ്ലിക് ജസ്റ്റിസ്. അതായത് കോടതിയിൽ കളവായിട്ട് തെളിവ് കൊടുക്കുക, അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റി കളവായി തെളിവ് കൊടുക്കുക, ആ ഒഫൻസുകളെല്ലാം വരുന്നതാണ് ആദ്യത്തെ ക്ലോസ് 1. അത് എന്താ പറയുന്നത്? ആ ഒഫൻസ് കോടതിയുടെ പ്രൊസീഡിങ്സുമായിട്ട് ബന്ധപ്പെട്ട് കമ്മിറ്റ് ചെയ്താൽ, എക്സെപ്റ്റ് ഓൺ എ കംപ്ലൈന്റ് റൈറ്റിംഗ് വിത്ത് ദാറ്റ് കോർട്ട്, ആ കോടതിയുടെ അന്യായമില്ലാതെ അതെടുക്കാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് കോടതിയിൽ പെർജുറിക്ക് കേസ് എടുക്കുന്ന വെച്ചോളൂ, പെർജുറിക്ക് കേസ് കൊടുത്തു, കളവായി പിന്നെ ഇത് കൊടുക്കുന്നു, അല്ലെങ്കിൽ കോടതിയിൽ തന്നെ ഒരുപാട് ഒഫൻസ് അതിനകത്ത് പറയുന്നുണ്ട്. മൊഴി കൊടുക്കുമ്പോൾ ഒപ്പിടാതിരിക്കുക, മൊഴി കൊടുക്കുമ്പോൾ ഇത് ചെയ്യാതിരിക്കുക, അതൊക്കെ പറയുമ്പോൾ സെപ്പറേറ്റ് ഒഫൻസ് ആണ്. അതെല്ലാം കോടതിയുടെ പ്രൊസീഡിങ്സ് നടക്കുന്നതായതുകൊണ്ട് അതേക്കുറിച്ച് ഒരു അന്യായം ആ കോടതി കൊടുത്തില്ലെങ്കിൽ, കോടതി തന്നെ കൊടുക്കണമെന്നില്ല, ഓർ സച്ച് ഓഫീസർ ഓഫ് ദ കോർട്ട് ആസ് ദ കോർട്ട് മേ ഓതറൈസ് ഇൻ റൈറ്റിംഗ്. അത് സാധാരണ അതായത് കോടതികളുടെ ജൂനിയർ സൂപ്രണ്ടിനെ ചോദനപ്പെടുത്തിയിട്ട് ജൂനിയർ സൂപ്രണ്ടാണ് അന്യായം കൊടുക്കുന്നത്. അതില്ലാതെ കോഗ്നിസൻസ് എടുക്കരുത്. അതിലും യാതൊരു സംശയത്തിന് അവകാശമില്ല. പക്ഷെ അടുത്തത് സംശയത്തിന് അവകാശമുള്ളതാണ്. ആ സംശയം നിൽക്കട്ടെ, ബാക്കി നമുക്ക് നാളെ ക്ലിയർ ചെയ്യാം. ഒരു സംശയം എന്നൊരു പ്രൊവിഷനാണത് കേട്ടോ. മറ്റതെല്ലാം നമുക്ക് ലിറ്ററലി വായിച്ചാൽ മനസ്സിലാവും. രണ്ടാമത്തത് നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന പോലെ അല്ല അതിന്റെ ഇന്റർപ്രിട്ടേഷൻ വന്നിരിക്കുന്നത്. ഒരുപാട് ഡിസിഷൻ തിരിച്ചും മറിച്ചും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിന് വരുന്നത് മുഴുവൻ എല്ലാം ബാറുകളാണ്. എല്ലാം ബാറാണ്. ബാർ നോ കോർട്ട് ഷാൾ ടേക്ക് കോഗ്നിസൻസ് എന്ന് പറയും. അപ്പൊ അത് ലിറ്ററലി പഠിക്കണം. ക്വസ്റ്റ്യൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. യെസ്, നമുക്ക് ഇന്നത്തെ നിർത്താം. നാളെ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. നാളെ BNS തന്നെയാണ് ക്ലാസ് വരുന്നത് 8:30. യു ക്യാൻ കണ്ടിന്യൂ. അപ്പൊ നമ്മൾ പറഞ്ഞതിന് ഡൗട്ടൊന്നും ഇല്ലല്ലോ? മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ആ വേർഡ് അങ്ങനെയാണെന്നേ ഉള്ളൂ. ആക്ച്വലി ഒരു ട്രാൻസ്ഫർ എന്നതിന്റെ അർത്ഥമുള്ളൂ. പക്ഷെ അത് ട്രാൻസ്ഫർ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാര്യം ട്രാൻസ്ഫറിന് വേറെ പ്രൊവിഷൻ ഉണ്ട്. ട്രാൻസ്ഫർ ചെയ്യാൻ എല്ലാവർക്കും അധികാരമില്ല. ഇപ്പൊ മേക്ക് ഓവർ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഈ സെഷൻസ് കേസുകളൊക്കെ ഉണ്ടല്ലോ. സെഷൻസ് കേസുകളൊക്കെ എന്ന് പറയുന്നത് എല്ലാം പ്രിൻസിപ്പൽ സെഷൻസ് അല്ലല്ലോ ചെയ്യണേ. അത് മറ്റു അഡീഷണൽ കോടതിയിലേക്ക് കൊടുക്കുന്നത് മേക്ക് ഓവർ ചെയ്ത് കൊടുക്കുക എന്നാ പറയുക. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഇപ്പൊ അസിസ്റ്റന്റ് സെഷൻസ് ഇപ്പൊ നമ്മുടെ BNS വന്നപ്പോ ഇല്ല. അതിന് മുമ്പ് CRPCയിൽ അസിസ്റ്റന്റ് സെഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് അബ്കാരി കേസൊക്കെ അവിടെയാണ് വിസ്തരിക്കുന്നത്. അതെല്ലാം മേക്ക് ഓവർ ചെയ്ത കേസുകൾ എന്നാ പറയുക. നമ്മുടെ ഇൻഎഫക്ട് ട്രാൻസ്ഫർ തന്നെയാണ്. പക്ഷെ കറക്റ്റ് വേർഡ് ലീഗൽ ടൈമിൽ ട്രാൻസ്ഫർ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. മേക്ക് ഓവർ എന്നാ പറയുക. അതെല്ലാം മേക്ക് ഓവർ ചെയ്യുന്ന കൊടുക്കുന്ന. അപ്പീലൊക്കെ വേറെ കോടതിക്ക് കൊടുക്കുന്നതൊക്കെ മേക്ക് ഓവർ ചെയ്ത് കൊടുക്കുന്ന പറയുക. അതിന് രണ്ടാമത്തെ ക്ലോസ് പറയുന്നത് ആ കോടതിക്ക് തന്നെ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഓർഡർ പെൻഡിങ് ഉണ്ടാവും. ഇനി വരുന്ന, അതായത് ബൈഫർക്കേറ്റ് ചെയ്ത് പോകും, ജൂറിസ്ഡിക്ഷൻ ബൈഫർക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ അവിടെ വരുന്ന കേസുകളൊക്കെ അങ്ങോട്ട് മാറ്റാനായിട്ടൊരു ഡയറക്ഷൻ CJM മജിസ്ട്രേറ്റിന് ഓതറൈസ് ചെയ്യും. അതുകൊണ്ടാണ് എംപവേർഡ് ബൈ ദി ചീഫ് ജസ്റ്റിസ് മജിസ്ട്രേറ്റ് എന്ന് രണ്ടാമത്തേൽ പറയുന്നത്. യെസ്,
ഇനി എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ കഴിഞ്ഞ ഇപ്പൊ ഡിസ്കസ് ചെയ്തതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഡൗട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. സാർ ഡൗട്ട് അല്ല സാർ, ഒരു ചെറിയൊരു സംശയം. സാർ വേറെ ഒന്നല്ല, ഈ SC/ST ആക്ട് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ NDPS ഒക്കെ ആണെങ്കിലും അതിന്റെ പ്രൊസീജിയർ അല്ലേ സാർ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? CRPC ഇല്ലല്ലോ സാർ, അല്ല ഐ മീൻ BNSSന്റെ അല്ലല്ലോ ഇനിയും വരേണ്ടത്? അല്ല, CRPC ഉണ്ടായിരുന്നപ്പോഴോ? CRPCയുടെ ആണ്. അതല്ല സാർ, ഇപ്പൊ ഈ ഇലക്ട്രോണിക്, അതായത് ഇപ്പൊ ഒരു ഇലക്ട്രോണിക്കിന്റെ ഒരു സംഭവങ്ങളൊക്കെ പറയുന്നില്ലേ സാർ, അപ്പൊ അതൊന്നും NDPS അതൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ സാർ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പോഴത്തെ ഈ BNSSന്റെ അല്ലേ ഒരു കുറച്ചും കൂടി ഒരു പുതിയ ലോ എന്ന് പറഞ്ഞാൽ, അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു അതൊക്കെ അവിടെയും ചെയ്യണ്ടേ സാർ? അതല്ല, നമ്മള് അതിനകത്ത് ഈ ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് CRPC ഫോളോ ചെയ്യണമെന്ന്. ഇല്ലേ? അങ്ങനെയുണ്ടല്ലോ. 30 ഇപ്പൊ നമ്മൾ പോക്സോ ആക്ടിൽ പറയുകയാണെങ്കിൽ 31 Sevas otherwise provided in this act, the provisions of CRPC, including provisions to bail bond, shall apply to the proceeding before Session Court. For the purpose of Session provisions, Special Court shall be deemed to be a court of session. അത് CRPC ഫോളോ ചെയ്യണമെന്ന് അതാണ് സ്റ്റാറ്റ്യൂട്ടിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ CRPC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ BNSS ഫോളോ ചെയ്യണമെന്ന് തന്നെ എടുക്കേണ്ടതായിട്ട് വരും. സാർ ഈ പോക്സോയുടെ ഇതിലല്ലേ സാർ, NDPS സ്പെഷ്യൽ പ്രൊസീജിയർ ആണല്ലോ സാർ പറയുന്നത്, സെർച്ച് ആണെങ്കിലും സ്റ്റേഷൻ ആണെങ്കിലും. അപ്പൊ അതിലിപ്പോ ഈ CRPC പറയാത്ത, അതായത് പുതിയ BNSSലുള്ള ഇലക്ട്രോണിക് ആയിട്ടുള്ള എവിഡൻസ് ഇൻവെസ്റ്റിഗേഷന്റെ സമയത്ത് ഇലക്ട്രോണിക് എവിഡൻസ് കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് വീഡിയോഗ്രാഫ് ചെയ്യണം നമ്മളുടെ ഇതിൽ. അല്ല, ട്രയലിൽ വരുമ്പം എവിഡൻസ് ആക്ട് അനുസരിച്ചിട്ടല്ലേ അത് പിന്നെ എവിഡൻസ് അപ്രീസിയേഷൻ നടത്താൻ അല്ലേ? ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനോ ഇലക്ട്രോണിക് എവിഡൻസോ അഡോപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൊവിഷൻ ദി എവിഡൻസ് ആക്ട് അല്ലേ, CRPC അല്ലല്ലോ അല്ലേ? അങ്ങനെയല്ലേ വരുന്നേ? ആണ് സാർ. പക്ഷെ ഇപ്പോ ഇതില് BNSS ഇങ്ങനെ സെർച്ചും സീഷനൊക്കെ വീഡിയോഗ്രാഫ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സാർ ആ സെർച്ച് എടുത്ത സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പുതിയ പ്രൊവിഷൻസ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് വരുമ്പോ പുതിയ ഇതുപോലത്തെയുള്ള NDPS പ്രത്യേക പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ പറയുമ്പോ അതും തമ്മിൽ ക്ലാഷ് വരുമോ? അല്ല, NDPS എനിക്ക് തോന്നുന്നത് സെർച്ചിന്റെ പ്രൊവിഷനില്ലേ ദാറ്റ് ഷാൽ ബി ഇൻ കൺഫർമേറ്റ് വിത്ത് CRPC. അങ്ങനെയില്ലേ? സീഷർ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് സാർ. അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ശരി സാർ. കാര്യം അതായത് സെർച്ചിന്റെ ജനറൽ പ്രൊവിഷൻ എന്ന് പറയുന്നത് പഴയ 100 ആണല്ലോ. അപ്പൊ അത് മിക്ക സ്റ്റാറ്റ്യൂട്ടിലും ഉള്ള സെർച്ച് മുഴുവൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് അബ്കാരി ആക്ടിൽ അങ്ങനെ സ്പെഷ്യൽ പറയുന്നുണ്ട്, അബ്കാരി ആക്ടിൽ പറയുന്നുണ്ട്. NDPS കാണുമെന്നാണ് എന്റെ ധാരണ. ഞാൻ നോക്കണം. യെസ്, എനി അതർ തിങ്? മറ്റേ കേസിൽ ജാമ്യം കിട്ടിയോ? ഇല്ലേ സാർ, അത് മജിസ്ട്രേറ്റ് കോടതി തള്ളി. പിന്നെ ഇവിടത്തെ ഒരു സെഷൻസ് കോടതിയുടെ രീതി വെച്ച് ഏത് ഇതിലാണെങ്കിലും 14 ദിവസം റിമാൻഡ് പീരീഡ് കഴിഞ്ഞാലാണ് തീർന്നുള്ളൂ. കൊടുത്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ്. എവിടെയാണ്? പാലക്കാടോ? ആണ് സാർ. പാലക്കാട് ആരാ DG? ആരാ? ഞാൻ ഇപ്പൊ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, കുഴപ്പമുണ്ടോ? സാലിഹ് സാർ. ആരാ? സാലി സാറാ? ഞങ്ങളെ ചേർത്തലും മനുഷ്യട്ടായിരുന്നാണ്. യെസ്, അപ്പൊ ഓക്കെ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ് സാർ.